വളരെയേറെ സന്തോഷവും വളരെ ഗൗരവമുള്ളതുമായ ഒരു വിഷയമാണ് നാം ഈ സമയം കൈകാര്യം ചെയ്യുന്നത്. നേതൃത്വം എന്നത് ആ ഒരു വാക്ക് അതൊരു ദാലിലാണ്. അതിനൊരു മതിലൂലുണ്ട്. ആ മതിലൂല് രണ്ട് തരത്തിൽ വരാം. ഒന്ന്, ബദാഹത്ത് കൊണ്ട് അത് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ ജനിക്കുന്ന ഒരാശയം. മറ്റൊന്ന്, അത് വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോൾ അറിവിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, ഇൽമിന്റെ പിൻബലത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റൊരാശയം. ഒന്ന് കേവലം ഇമോഷണലി ഉണ്ടാകുന്നതാണ്, വൈകാരികമായി ഉണ്ടാകുന്നതാണ്. മറ്റൊന്ന് ഒരു കോഗ്നിറ്റീവ്, വൈജ്ഞാനികമായി ഉണ്ടാകുന്നതുമാണ്. വൈകാരികമായി ഉണ്ടാകുന്ന ഒരാശയമാണ് നേതൃത്വം എന്നത് എനിക്ക് ചില സുഖങ്ങളും ചില ആസ്വാദനങ്ങൾക്കുള്ള ഒരു മാർഗം. മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകാരം ലഭിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ ചില താൽക്കാലിക സൗകര്യങ്ങൾ, താൽക്കാലിക സുഖങ്ങൾ, താൽക്കാലികമായ ചില നേട്ടങ്ങൾ അതിനു വേണ്ടിയുള്ളതാകുമ്പോൾ ആ ഒരു അർത്ഥത്തിലേക്ക് പോകുമ്പോൾ അതിനൊരുപാട് ഭവിഷ്യത്തുകളും ഒരുപാട് നാശങ്ങളും രണ്ട് ദിശയിലും ഉണ്ടാകും. നേതാവിനും ഉണ്ടാകും, അനുയായികൾക്കും ഉണ്ടാകും. രണ്ടാമത്തേത് നിരന്തര വിശകലനങ്ങളും നിരന്തരം അറിവിന്റെ ബാക്കപ്പ് വെച്ച് ചേർത്ത് അതിന് ബലം നൽകുമ്പോഴുണ്ടാകുന്ന ആശയം. അതും മോൾഡ് ചെയ്യുന്നതിനനുസരിച്ച്, തഖ്വിയത്ത് നടത്തുന്നതിനനുസരിച്ച് സന്തോഷം നൽകുന്നതാണ്, പ്രതീക്ഷ നൽകുന്നതാണ്, ഒരു സുഖം നൽകുന്നത് തന്നെയാണ്. പക്ഷെ അതിന് ചില മോൾഡിങ്ങിന് അഥവാ അതിൻ്റെ ഒരു തസ്വിയത്ത്, ശുദ്ധീകരണത്തിന് പല ഘട്ടങ്ങളിലൂടെ കടന്നു വരണം. പ്രധാനമായും പരിശീലനമാണ് അതിനുള്ള വഴി. നേതൃത്വം എന്നത് അതിൻ്റെ യഥാർത്ഥ രൂപത്തിലും ഭാവത്തിലുമായി തീരുന്ന സമയത്ത് അതിനുണ്ടായിത്തീരേണ്ട അലാമത്ത് ആദ്യം പറയുന്നത് ഗുണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നേതാവിനും അനുയായികൾക്കും അദ്ദേഹത്തിൻ്റെ ഈ പ്രക്രിയ നടക്കുന്ന സമയത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാകണം. അതോടൊപ്പം അത് യുസ്ർ അഥവാ ഈസി, സിമ്പിൾ ഫീൽ ചെയ്യണം. എളുപ്പമായിരിക്കണം രണ്ടു കൂട്ടർക്കും. ഇതിനൊരു ഭൗതികമാനമുണ്ട്. ഭൗതികമാനം എന്ന് പറയുന്നത് അതൊരു പ്രൊഫഷനാണ്. ഈ പ്രൊഫഷൻ എന്നത് ജോബിൽ നിന്ന് മാറുന്നത് എപ്പോഴാണ്? ജോലിയുണ്ട്, അതേസമയം അതൊരു പ്രൊഫഷനാകുന്ന ഘട്ടമുണ്ട്. അതിന് ഏറ്റവും നല്ല വിവരണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ജോബാകുമ്പോൾ അത് ഒരു ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ കേവല രൂപമായി അവശേഷിക്കും. എന്ന് പറഞ്ഞാൽ ആ ജോബ് ചെയ്ത് തീരുമ്പോൾ അതിനൊരു മോഡാണ്. ഉദാഹരണത്തിന് ഒരാളൊരു ജോലി ചെയ്യാണ്. ആ ജോലി ചെയ്യുമ്പോൾ, ആ ജോലി തീരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ആനന്ദം അനുഭവപ്പെടും. അത് ചെയ്ത് കഴിഞ്ഞല്ലോ, അത് ചെയ്ത് തീർന്നല്ലോ. എന്നാൽ പ്രൊഫഷൻ ആകുന്ന സമയത്ത് അങ്ങനെയല്ല. അത് അദ്ദേഹത്തെ ഒരു തീരുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന ഒരു മനോഭാവം ഒരിക്കലും അദ്ദേഹത്തിന് ജനിക്കുകയില്ല. എന്ന് മാത്രമല്ല, ജോബിന് ഒരിക്കലും അപ്ഡേഷൻ നിർബന്ധമല്ല. പ്രൊഫഷന് എപ്പോഴും അപ്ഡേഷൻ അനിവാര്യമാണ്. ഉദാഹരണം, ഒരാളൊരു എഞ്ചിനീയറാണ്. അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷൻ, അത് അതിൻ്റെ യഥാർത്ഥ സിഫത്ത് അലങ്കരിക്കുന്നത് എപ്പോഴാണ്? ഓരോ കാലഘട്ടത്തിലും അദ്ദേഹം ആ വഴിയിൽ വന്ന അപ്ഡേഷനുകളെ മനസ്സിലാക്കി അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് പ്രൊഫഷനാകുന്നത്. അല്ലെങ്കിൽ അത് ജോബായി അതപ്പതിക്കും. ഇതുപോലെ നേതൃത്വം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്. അങ്ങനെ പ്രൊഫഷൻ ആകുമ്പോൾ അതിൽ ഉണ്ടായിത്തീരേണ്ട പ്രധാനപ്പെട്ട ഒരു സിഫത്താണ് ഈ നേതാവിനും അനുയായിക്കും ഈ പ്രവർത്തനം
അത് നടക്കേണ്ട മോഡ് ഗെയിമിഫിക്കേഷൻ മോഡ് എന്നാണ് പറയുക. എന്താ ഗെയിമിഫിക്കേഷൻ മോഡ് എന്ന് പറഞ്ഞാൽ? പലപ്പോഴും ഞാൻ അതിനെ ഉദാഹരിച്ച് പറയാറുള്ളത്, നമ്മുടെ വിദ്യാർത്ഥികൾ ക്രിക്കറ്റ് കളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടാകാം. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഒഴിവ് സമയങ്ങളിലൊക്കെ ഈ 11-12 മണിയൊക്കെ ആണെങ്കിൽ പോലും അവർ ക്രിക്കറ്റ് കളിച്ച് റൺസ് കിട്ടാൻ വേണ്ടി തലങ്ങും ബലങ്ങും അവർ ഓടുന്നത് കാണാം. ഈ ഓട്ടം എങ്ങാനും നേരെ ഓടിയാൽ വള്ളിയാട് അങ്ങ് തിരുവനന്തപുരത്ത് എത്തിണ്ടാവും. അമ്മാതിരി ഓട്ടോട്. എന്നാൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പടച്ചോനെ ഞാൻ ഇത്ര ഓടേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു സങ്കടമോ വിഷമോ തളർച്ചയോ അതൊന്നും അവർക്ക് ഉണ്ടാവില്ല. ഇട്ട ഡ്രസ്സ് ചിലപ്പോൾ വേർത്തിട്ടുണ്ടാകും, അത് നനഞ്ഞിട്ടുണ്ടാകും എന്നല്ലാതെ അവർക്കൊരു ആനന്ദമാണ് അത് കഴിയുമ്പോൾ. ഇതാണ് ഗെയിമിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. മറിച്ച് ഞാനൊരു ദിവസം കരുതിയിരുന്നു, ഈ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ വന്ന് ഡിസൈനിങ് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ജോലിയല്ലേ. കാരണം ആകെ വിരളെ ചലിപ്പിക്കണ്ടു, ടിക് 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 ഇതേ ചലിപ്പിക്കേണ്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് പുതിയ സോഫ്റ്റ്വെയർ ഒക്കെ ആണെങ്കിൽ പറയുകയും വേണം, അത്രയും സിമ്പിളാണ്. അപ്പോൾ ഒരു ദിവസം ഞാനൊരു ഡിസൈനിങ്ങിന്റെ ഭാഗമായി ഒരു കാറ്റലോഗ് അല്ലെങ്കിൽ ഒരു ലോഗോ, അത് ഡിസൈനിന്റെ ഭാഗമായിട്ട് ഒരു ഡിസൈനറുടെ കൂടെ ഇരുന്നു. അങ്ങനെ 1-2 മണിക്കൂർ കഴിഞ്ഞ് ഇതിന്റെ ഡിസൈനിങ്ങിൽ നിന്ന് എണീക്കുമ്പോൾ പറയും, ഓ ഈ പണ്ടാരത്തിന്റെ മുമ്പൊന്ന് രക്ഷപ്പെട്ടല്ലോ. അപ്പോഴേ ഞാൻ മനസ്സിലാക്കിയത് അയാൾക്ക് ഇത്രയും ടഫായിരുന്നു ഈ ഒരു വിഷയം. അയാൾ പറയാണ്, ഈ പ്രതികരിക്കാത്ത ഈ സാധനത്തിന്റെ മുമ്പിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മടുപ്പാണ്. ഇതാണ് ഗെയിമിഫിക്കേഷനും അല്ലാത്തതിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യന്റെ ജീവിതത്തിന് അള്ളാഹു വെച്ചൊരു വസനുണ്ട്. അതേക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായി അവതരിപ്പിച്ച് പറഞ്ഞൊരു വാക്കാണ് ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഈ ആയത്തിന്റെ തഫ്സീറിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് പറഞ്ഞൊരു രംഗം ഇമാം റാസി റളിയല്ലാഹു അൻഹു എടുത്ത് ഉദ്ധരിക്കുന്നത് കാണാം. ഈ ഉമ്മത്തിന് 2 യുസ്ർ ഉണ്ട്, ഒരു ഉസ്റേ ഉള്ളൂ. പ്രയാസം ഒന്നേ ഉള്ളൂ, അതിന്റെ ഡബിൾ ആണ് എളുപ്പം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആവേശത്തോടെ പറയുന്നത് കാണാം. ഇത് നേതൃത്വ ഗുണത്തിനും ബാധകമാണ്. നേതാവാവുക എന്ന് പറഞ്ഞാൽ അത് ടഫാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അത് എളുപ്പമാണ്. പക്ഷെ എന്തു വേണം? അപ്ഡേഷനുകളും പരിശീലനങ്ങളും വേണം. പരിശീലനങ്ങൾ ഉണ്ടായാൽ വൈജ്ഞാനികമായി ഈ നേതൃത്വം എന്ന പ്രൊഫഷനെ അലങ്കരിക്കാൻ ഒരാൾ സന്നദ്ധമാണെങ്കിൽ അതൊരു എളുപ്പമുള്ള, വളരെ ആസ്വദിക്കാവുന്ന, ഒരുപാട് നേട്ടങ്ങൾ നേതാവിനും അനുയായികൾക്കും ഉണ്ടാക്കാവുന്ന വലിയൊരു ഗുണമാണത്. ഈ വലിയ ഗുണങ്ങൾ ഒരു മനുഷ്യനിലേക്ക് കൊണ്ടുവരാൻ ഉപകാരപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസീല, മീഡിയ അയാളുടെ ഖുലുഖാണ്, സ്വഭാവമാണ്. സ്വഭാവത്തെ എങ്ങനെ നമുക്ക് നിർവചിക്കാം? ഞാൻ ഈ സദസ്സിനോട് ചോദിക്കുകയാണ്, എന്താണ് സ്വഭാവം? നമുക്ക് ഓരോരുത്തർക്കും ഉത്തരം പറയാം, പക്ഷെ ഞാൻ കേൾക്കണമെന്നില്ല. കേൾക്കേ ചോദിപ്പിക്കുന്നത് അതൊരു അനാദരവുള്ള പ്രയോഗമാണ്. ചിലപ്പോൾ ചില ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ അന്ധമായ അനുകരണങ്ങൾ കാണാം. ഇതൊക്കെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് വലിയ ദായികളായ ഒരു വിഭാഗം, വലിയൊരു വിഭാഗം, ആദരണീയരായ ഒരു വിഭാഗം, അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന നേതൃത്വമാണ് ഈ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന നേതൃത്വത്തോട് ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരം പറയിപ്പിക്കുക എന്ന ആക്ടിവിറ്റി അത് എവിടെയോ നിന്ന് കേട്ടതിന്റെ പേരിൽ അങ്ങനെ തന്നെ ഇത്തിവാഴ് ചെയ്യുന്നതിന് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പറയുന്നത്, മനസ്സുകൊണ്ട് നമ്മൾ ഉത്തരം പറയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് വായിച്ചെടുക്കുക. എന്താണ് സ്വഭാവം? ഈ സ്വഭാവത്തിന് ഈ എന്താണ് എന്നതിന്റെ ഉത്തരം പറയുമ്പോൾ നമ്മൾ കുറെ ഇങ്ങനെ പ്രയാസപ്പെടും. പറയുകയൊക്കെ ചെയ്യട്ടെ, സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അവിടെയാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തഹ്ദീബുൽ ഖൽബ് പറയുമ്പോൾ അതിനെ വിവരിക്കുന്നത് കാണാം. അതൊരു മലക്കയാകണം. ഗസാലി ഇമാമിന്റെ ഒരു ഉദാഹരണത്തെ ഞാൻ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. സ്വതക്ക ചെയ്യൽ ഒരു ഇൻസിഡന്റ്, ഒരു വാഖിയത്താകാം. അതേസമയം അതൊരാളുടെ ഖുലുഖാകാം.
ഹുലുക്കാകൽ എപ്പോഴാണ്? ഞാൻ എൻ്റെ ഹുലുക്കാകുന്നതിൻ്റെ ഒരു ഉദാഹരണം പറയാം. എല്ലായ്പ്പോഴും എല്ലാ വെള്ളിയാഴ്ചയും ഒരു സ്വതക്ക ചെയ്യണം. വെള്ളിയാഴ്ച സ്വതക്ക ചെയ്യൽ വലിയ പുണ്യാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും വെള്ളിയാഴ്ച സ്വതക്ക ചെയ്യാൻ വേണ്ടി ഒരു സംഖ്യ എടുത്ത് പോക്കറ്റിൽ വെക്കും. അതൊന്നുകിൽ ഉറുതി പറയുന്ന ആൾക്ക്, അതല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്, അല്ലെങ്കിൽ ഒരു ബന്ധുവിന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കൊരു വെള്ളിയാഴ്ച ഒരു സ്വതക്ക കൊടുക്കണം. അതെല്ലാ വെള്ളിയാഴ്ച അങ്ങനെ ചെയ്യണം, എന്നാലേ ഒരു റാഹത്ത് ഉണ്ടാവുള്ളൂ. ഒരു വെള്ളിയാഴ്ച പള്ളിയിലെത്തി, അപ്പോഴാണ് നമ്മൾ കേരള യാത്രേന്റെ പിരിവ് കാണുന്നത്. പിരിവിന് വേണ്ടി ക്യാഷ് കയ്യിൽ നോക്കുമ്പോൾ പോക്കറ്റിലൊന്നും ഒരു ക്യാഷും ബാക്കിയില്ല, ഗൂഗിൾ പേയിലും ഇല്ല. അപ്പോ ആ സമയത്ത് എൻ്റെ മനസ്സിലൊരു അസ്വസ്ഥതയുണ്ട്. ഈ അസ്വസ്ഥത അത് എൻ്റെ സ്വതക്കയാണ്. എനിക്കൊരു പക്ഷേ അന്ന് സ്വതക്ക ചെയ്തതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതെൻ്റെ ഹുലുക്കാണ്. അതേസമയം ഒരു ദിവസം ഞാനിങ്ങനെ യാത്രക്കിറങ്ങാണ്. യാത്രക്കിറങ്ങുമ്പോൾ നോക്കുമ്പോൾ വണ്ടീൻ്റെ പൊള്യൂഷൻ തീർന്നിട്ടുണ്ട്, ഞായറാഴ്ചയാണ്. ഇത് ടെസ്റ്റ് ചെയ്യുന്ന ഒറ്റ ഷോപ്പ് വന്ന് തുറക്കൂല, സാധ്യത കുറവാണ്. അപ്പോൾ അന്ന് ഇങ്ങനെ പോകാനാണെങ്കിൽ ഒരു 100 കിലോമീറ്റർ അകലെ യാത്ര ചെയ്യണം. ഞാൻ ആലോചിച്ചു, എന്ത് ചെയ്യും? ആ സിറാജുൽ ഹുദയിലേക്ക് 100 രൂപ നേർച്ചയാക്കുക. പതിവൊന്നുമില്ല. അന്ന് കുടുങ്ങിയ ഘട്ടത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? നേർച്ചയാക്കുന്നു. ഈ നേർച്ചയാക്കുന്നത്, ആ സ്വതക്ക ചെയ്യുന്നത്, അത് ഇൻസിഡന്റ് ആണ്, വാക്കിയത്താണ്, അത് ഹുലുക്കല്ല. ഇവിടെ ഒരാളുടെ പ്രകൃതം ത്വബഅനുണ്ടായി തീരുന്ന രീതിയിൽ പരിശീലിപ്പിച്ചു കൊണ്ടുവരുന്നതാണ് ശരിക്കും സ്വഭാവം. അതോടൊപ്പം സ്വഭാവത്തെ എന്ത് എന്ന് ചോദിച്ചാൽ, ഈ ഫായിലിൽ നിന്ന് മഫഊലിലേക്ക്, അഥവാ ഒരു ശഖ്സിൽ നിന്ന് മുഖാത്തബിലേക്ക് അയാൾക്ക് സന്തോഷമുണ്ടാക്കുന്ന, ലാഹിറൻ കാണാൻ പറ്റുന്ന, വിസിബിളായ, കാണാൻ കഴിയുന്ന ഒരു പ്രവർത്തനത്തെയാണ് ശരിക്കും ഹുലുക്ക് എന്ന് പറയേണ്ടത്. ഹുലുക്ക് എന്ന് പറയേണ്ടത്, ഗസാലി ഇമാം ഹുലുക്കിനെ പറ്റി താരിഫ് പറയുമ്പോൾ ഒരുപാട് മഹാന്മാരുടെ, ഔലിയാക്കളായ, ആരിഫ്യങ്ങളായ വലിയ മഹാന്മാരുടെ ഒരുപാട് ഉദ്ധരണികൾ കൊണ്ടുവന്നു. കുറേ ഉദ്ധരിച്ചിട്ട് അവസാനം ഗസാലി ഇമാം പറഞ്ഞു, ഇതൊന്നും താരിഫൊന്നും അല്ല. എന്നിട്ട് ഗസാലി ഇമാം പറഞ്ഞതാണ്, ഹുലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതിൽ എന്ത് പ്രകടമാകണം? ആ ഹുലുക്ക് ഒരാൾക്ക് യുസ്റൻ, വളരെ ഈസി ആയിട്ട് നടപ്പിലാക്കാൻ പറ്റുമ്പോഴാണ് അത് ഹുലുക്കാകുന്നത്. അപ്പോഴാണ് അയാളുടെ ത്വബഅാകുന്നത്. ത്വബഅൻ ആണ് ഉണ്ടായിത്തീരുന്നതെങ്കിൽ, ഒരാളുടെ പ്രകൃതം നാച്ചുറായിട്ടാണ് അത് ഉണ്ടായിത്തീരുന്നതെങ്കിൽ, അവിടുത്തെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് എളുപ്പമുണ്ടാവുക, അത് അയാളുടെ പതിവായി മാറുക. ഈ സ്വഭാവമാണ് ഒരാളിൽ ഏറ്റവും കൂടുതൽ ഫലമുണ്ടാക്കുന്നത്. ഒരു നേതാവ് തൻ്റെ അനുയായികൾക്ക് നൽകുന്ന സ്വഭാവം, പെരുമാറ്റം എന്നതിൽ ഏറ്റവും എളുപ്പമുള്ളത് ഏതാ? ഏറ്റവും ഫലപ്പെടുന്നത് ഏതാ? ഏറ്റവും ഫലപ്പെടുന്നത് ബസ്തുൽ വജ്ഹാണ്, ഐ കോണ്ടാക്ട്. ഈ ഐ കോണ്ടാക്ട് ആണ് ഒരു നേതാവിന് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം. ഐ കോണ്ടാക്ട്, ബസ്തുൽ വജ്ഹ്. ബസ്തുൽ വജ്ഹിന്റെ മുഖാലിഫ് എന്താണെന്നറിയോ? സുഖ്രിയത്താണ്. സുഖ്രിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധ ഖുർആനിൽ സൂറത്തു യാ അയ്യുഹല്ലദീന ആമനു എന്നുകൂടി പേരുള്ള സൂറത്തുൽ ഹുജുറാത്ത്, അതിൽ യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ എന്ന് പറയുന്ന ആയത്തിൽ 3 കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഒന്ന് സുഖ്രിയത്ത്, ലാ യസ്ഖർ. രണ്ടാമത്തത് ലാ തൽമിസു അൻഫുസക്കും, ഒരാളെ മുഖത്ത് നോക്കി ആക്ഷേപിക്കരുത്. വൈലുൽ ലിക്കുല്ലി ഹുമസത്തിൻ ലുമസത്തിൻ, ഈ ലാമിസ് എന്നതിന്റെ ജമാണ് ലുമസ. ഈ ലുമസ എന്നത് ശരിക്കും മുഖത്തു നോക്കി ആക്ഷേപിക്കുന്നതിന് പറയുന്നതാണ്. ലാമിസ് വൃത്തികെട്ട സ്വഭാവമാണത്, വളരെ മോശം സ്വഭാവമാണത്. അതുപോലെ മൂന്നാമത് പറഞ്ഞു ലാ തനാബസു ബിൽ അൽഖാബ്, മോശം പേരിട്ട് വിളിക്കുക, ആൾക്കാരെ മോശം പേരിട്ട് വിളിക്കുക. അത് ഉസ്താദ് കുട്ടികളെ വിളിച്ചാലും നേതാവ് അനുയായികൾ വിളിച്ചാലും ഒക്കെ അത് ഖബീഹാണ്. ഉസ്താദിക്ക് കുട്ടികളെ പരിഹസിക്കാം, ഉസ്താദിന് കുട്ടികളെ തമാശയാക്കാം, കുട്ടികളെ ഇൻസൾട്ട് ചെയ്യാമെന്ന് ഒരിക്കലും പരിശുദ്ധ ഖുർആനോ
മുത്തുനബി തങ്ങളുടെ സുന്നത്തോ സ്വാലിഹീങ്ങളുടെ ചര്യയോ ഇതൊന്നും ഇല്ലാത്തൊരു സാധനം. മോശം പേരിട്ട് വിളിക്കുക, ഈ 3 പരാമർശങ്ങളിൽ ഏറ്റവും അക്ബഹാണ്, ഏറ്റവും അപകടകരമായ ഒന്നാണ് സുഖ്രിയത്ത്. എന്നാൽ സുഖ്രിയത്ത് എന്താണ്? സുഖ്രിയത്ത് എന്ന് പറഞ്ഞാൽ മുഖം കൊടുക്കാതിരിക്കലാണ്. ജാതീയതയുടെ പേരിൽ, അതുപോലെ ഈ വിവേചനങ്ങളുടെ പേരിലൊക്കെ മനുഷ്യന്മാർ കഴിഞ്ഞ കാലത്ത് കാണിച്ചിരുന്ന ജീർണതകൾ, ശൈഥില്യങ്ങൾ, അതിന്റെ ഏറ്റവും അശ്രദ്ധമായ രൂപമാണ് മുഖം കൊടുക്കാതിരിക്കുക. ഏറ്റവും അശ്രദ്ധമായതാണ് മുഖം കൊടുക്കാതിരിക്കുക. ഈ മുഖം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു നേതാവായതിന്റെ പേരിൽ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. അപ്പൊ ഒന്നാമത്തത്, അതിന്റെ ഓപ്പോസിറ്റിലുള്ള ഗുണം ഏതാണ്? ബസ്തുൽ വജ് അഥവാ ഐ കോണ്ടാക്ട്. രണ്ടാമത്തതാണ് തബസ്സും. ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു പുഞ്ചിരിക്കാൻ ചെലവൊന്നുമില്ല. പക്ഷെ അതില്ലെങ്കിലുള്ള നഷ്ടം എത്രയാണെന്നറിയാം. ഒരു ദിവസം ഒരു വലിയൊരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ റെക്കമെൻഡ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നു. വളരെ ദൂരത്ത് നിന്നാണ് വരുന്നത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ വളരെ ബഹുമാനത്തോടെ, അതിലേറെ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹം ഒരു അരമണിക്കൂറോളം സംസാരിച്ചു. പിന്നെ അങ്ങോട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ജീവിതം മുഴുവനും ഒരു വല്ലാത്ത ഒരു വികൃതമായ ഒരു ജീവിതമാണ്. അദ്ദേഹത്തിന്റെ പദമാണ് പറയുന്നത്. കുഞ്ഞുനാള് മുതൽ ഞാൻ അനുഭവിച്ച യാതനകൾക്കും വിഷമങ്ങൾക്കും കയ്യും കണക്കുമില്ല. ഇപ്പോൾ എൻ്റെ ദാമ്പത്യ ജീവിതം വളരെയേറെ നശിപ്പിക്കപ്പെട്ട രീതിയിലാണുള്ളത്. അകാരണമായി എൻ്റെ ഒരു വിവാഹം, എനിക്ക് യാതൊരു പങ്കാളിത്തവുമില്ലാതെ എൻ്റെ ഒരു വിവാഹം തകർക്കപ്പെട്ടു. രണ്ടാമത് എനിക്കൊരു വിവാഹം നടന്നു. ആ വിവാഹത്തിലുള്ള ഭാര്യയും അതിലുള്ള മക്കളും, അവരിപ്പോൾ എന്നോട് പെരുമാറുന്ന പെരുമാറ്റം, ഇതും എന്നെ ഏറെ വേദനിപ്പിക്കുന്നു. പക്ഷെ തിരിച്ച് ഞാൻ ക്ഷമയോടെ ചെയ്യാവുന്ന എല്ലാ നല്ല കാര്യങ്ങളും, ഏതായാലും എൽമിന്റെ അഹലുകാരനായി പോയില്ലേ എന്നുള്ള രീതിയിലെല്ലാം ചെയ്യാണ്. ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചു പോന്നപ്പോ ഒരു 8 കൊല്ലത്തെ ഞാൻ ഇപ്പൊ പരിശീലിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം പരിശീലിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ ഞെട്ടിച്ച ഒരു ചിന്ത ഉണ്ടായിരുന്നു. അദ്ദേഹം ഇത്രയും കാലം അനുഭവിച്ച യാതനകളും വിഷമങ്ങളും അദ്ദേഹം അനുഭവിക്കുകയില്ലായിരുന്നു. 2 കാര്യം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകുമായിരുന്നെങ്കിൽ. അതിലൊന്ന് ബസ്തുൽ വജ്ഹാണ്, മറ്റൊന്ന് തബസ്സുമാണ്. ഈ 2 കാര്യങ്ങൾ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച ഒരു 60 വയസ്സെങ്കിലും എന്തായാലും കാണുന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഈ 60 കൊല്ലം അദ്ദേഹത്തിൻ്റെത് വേസ്റ്റ് ആകൂലായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇവിടെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിയെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശത്തിന്റെ പ്രസക്തി എനിക്ക് മനസ്സിലായത്. ഒരു നേതാവിന് ഗുണമാണ്, ഏറ്റവും ഗുണമായി ഉണ്ടാകേണ്ടതാണ് സ്വഭാവം എന്നത് തൻ്റെ മുഖാത്തബിന് തന്നിൽ നിന്ന് സന്തോഷം കിട്ടുന്ന, വളരെ എളുപ്പം പ്രകടിപ്പിക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ. അതിലേറ്റവും ചെലവില്ലാത്ത, ഏറ്റവും എളുപ്പം ചെയ്യാൻ കഴിയുന്ന, അതേസമയത്ത് ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുന്ന നമ്പർ 1 അത് ബസ്തുൽ വജ്ഹാണ്, ഐ കോണ്ടാക്ട് ആണ്. ഇത് ഉസ്താദ് ശിഷ്യന്മാരോട്, ഉസ്താദ് ശിഷ്യൻ എന്നത് ഉസ്താദ് ഒരു നേതാവാണ് അവിടെ. അതുപോലെ ഇത്തരം വലിയ വൈജ്ഞാനിക മേഖലയിലെ ഉന്നതമായ അധികാരങ്ങൾ, ഉന്നതമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന നേതാക്കൾ, ആ നേതാക്കൾക്കും ചെയ്യാൻ പറ്റേണ്ടതും ഇത് തന്നെയാണ്. ഇവിടെ ഈ 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട അടുത്ത ഒരു വിശേഷണമാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഉള്ളിൽ കിടക്കേണ്ട മാനവീയായ ഒരു കോഗ്നിറ്റീവ് എന്ന് പറയാവുന്ന ഒരു സാധനമാണ് പ്രസൻസ്, ഹുദൂർ. പുതിയ സൈക്കോളജി പ്രയോഗങ്ങൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. ഈ സദസ്സിൽ ഇരിക്കുന്നവരിൽ ചെറിയൊരു ശതമാനം പേർ ഒരുപക്ഷെ ഏതിലുണ്ടാകാം, ഈ മൈൻഡ്ഫുൾനെസ് ഇല്ലാത്തവരുണ്ടാകാം. എന്താണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്? ഹുദൂറുൽ ഖൽബ് എന്ന് പറയുന്നത്, ഈ സദസ്സിൽ ഇരിക്കുമ്പോൾ ഈ സദസ്സ് ഒരു ആനന്ദമായി, ഒരു സുഖമായി, ഒരു സന്തോഷമായി അനുഭവപ്പെടുന്നുണ്ടോ?
എങ്കിൽ മാത്രമേ അത് നമുക്ക് നാഫി ആകാൻ സാധ്യതയുള്ളൂ, അതിൻ്റെ വലിയ ശതമാനത്തിൽ. അല്ലെങ്കിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ നാഫി ആകുള്ളൂ. ഈ മൈൻഡ്ഫുൾനെസ് എവിടെ നിന്നാണ് ഉണ്ടാകേണ്ടത്? ഹുളൂറുൽ ഖൽബ്. അത് ഇന്റൻഷനൽ മൂവിങ് അഥവാ നീയത്തോടുകൂടെയുള്ള ഒരു ചലനത്തിലാണ് അതുണ്ടായിത്തീരുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന എനിക്ക്, നമുക്ക്, ഞാൻ ഇതുകൊണ്ട് എൻ്റെ ഒരു വലിയ നേതൃഗുണം സംഭരിക്കും എന്ന ചിന്തയുണ്ടോ? തീർച്ചയായും ഞാൻ സംസാരിക്കുന്നത് വളരെ കവിയായ അക്വയായ നിലയിൽ ആ കൽബിൽ അത് പതിയും. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഇതാണ് ഇതിന്റെ മർമ്മം. ഇതിനു വേണ്ടി ആക്ടിവിറ്റി ചെയ്യണോ? നമുക്ക് ആക്ടിവിറ്റി ചെയ്യാം. അതിനെന്താ വേണ്ടത്? നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു 3 സെക്കൻഡ് ഒന്ന് നോക്കുക. ആ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് അവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുക ഈ ഒരു പോയിന്റ്. ഈ ഒരു സദസ്സിൽ ഇപ്പോഴിരിക്കുന്ന ഈ ഒരു നിമിഷം ഞാനൊരു 100 റക്അത്ത് അല്ല 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ അഥറുള്ള, സവാബ് കിട്ടാൻ സാധ്യതയുള്ള വലിയൊരു അമലാണ് എന്നിടത്താണ് ഞാൻ പറഞ്ഞത് പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയുക. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു തലത്തിൽ നിന്നാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ തീർച്ചയായും ഇവിടുന്ന് അങ്ങോട്ട് തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഫലിക്കും. അവിടെ അതിന് പറയാവുന്ന ഒന്നാണ്, പരിശുദ്ധ ഖുർആനിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. സ്വഭാവത്തിലെ വളരെ എളുപ്പമുള്ള ഒരു സംഗതിയാണ് ലിൻത ലഹും. സോഫ്റ്റ് മൂവിങ്, വളരെ മൃദുലമായ സമീപനം. മൃദുലമായ ഈ സമീപനമാണ് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. അതേക്കുറിച്ച് ഗസാലി ഇമാമിനെ പിന്തുടർന്ന് പറയുകയാണെങ്കിൽ പറയാവുന്ന ഒരു പ്രയോഗമാണ്, നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ബ്ലേഡ് കണ്ടിട്ടുണ്ടോ? കാണാത്തവര് ഹോസ്പിറ്റലൊന്നും പോയി കാണാൻ ശ്രമിക്കേണ്ട, ഫോൺ എടുത്തിട്ട് സെർച്ച് ചെയ്താൽ മതി. ഓപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബ്ലേഡ് എടുത്തു നോക്കുക, നമ്മളെ വീട്ടിലെ വാഴക്കൊല വെട്ടാൻ ഉപയോഗിക്കുന്ന വെട്ടുകത്തി, കുടുവാളും എടുത്തു നോക്കുക. എത്ര സോഫ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ബ്ലേഡ് എന്നറിയോ? അതുപോലെ സോഫ്റ്റായ പെരുമാറ്റം കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ട നമ്മുടെ മുഖാത്തബിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. നമ്മുടെ ഒന്നാമത്തെ മുഖാത്തബ് നമ്മുടെ നഫ്സാണ്. നമ്മുടെ ഒന്നാമത്തെ മുഖാത്തബ് നമ്മുടെ നഫ്സാണ്. നമ്മുടെ നഫ്സിനെ മാറ്റാൻ കഴിയോ? ഈ ലോകത്ത് ആരെയും നമുക്ക് മാറ്റാൻ കഴിയും. ഈ ലോകത്ത് ആരെയും മാറ്റാൻ കഴിയും. നമ്മുടെ മുഖാത്തബായി നമ്മുടെ നഫ്സിനെ നമുക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ ഈ ലോകത്ത് ആരെയും മാറ്റാൻ കഴിയും. മാറ്റാൻ വേണ്ടി ചെയ്യേണ്ടത്, 1,00,000-ലധികം അമ്പിയാക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് വേദഗ്രന്ഥങ്ങളും സഹീഫത്തും ഒക്കെ ചുമതല കൊടുത്ത് സമൂഹത്തിൽ ഇറങ്ങി ദഅവത്ത് കൊണ്ട് അമ്രുള്ളവർ വളരെ ചുരുക്കം പേര്. ബാക്കിയുള്ള അമ്പിയാക്കളുടെയൊക്കെ ഡ്യൂട്ടി എന്താ? അൽ ഹയാത്തു, അവര് ജീവിക്കലാണ് അവരുടെ ഡ്യൂട്ടി. ഒരു ദായിയുടെ ശരിയായ ഡ്യൂട്ടി സമൂഹത്തിൽ ഇറങ്ങി വിളംബരം കൊള്ളുക എന്നതിലുപരി ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവർ സ്വയം ജീവിക്കലാണ് ഏറ്റവും വലിയ ഡ്യൂട്ടി. അതിലേറ്റവും മാറ്റമുണ്ടാക്കാൻ പോകുന്നത് ഈ പെരുമാറ്റം അഥവാ സ്വഭാവമാണ്. അതേക്കുറിച്ച് പരിശുദ്ധ ഖുർആനിലുള്ള പരാമർശത്തെ നമുക്ക് സൂചിപ്പിക്കാവുന്ന ഒന്നാണ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ. അതിൽ പിന്നെ ഞാൻ സാധാരണ പറയാറുണ്ട് സലാം പറയുക. പക്ഷെ ഈ സലാം പറയുന്നിടത്ത് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മേഖലയുണ്ട്. എന്താ അറിയോ? നമ്മൾ സലാം പറയുന്നതിന്റെ വോയിസ് മോഡുലേഷൻ നോക്കിയാൽ മതി. സൈക്കോളജിയിൽ ഒരു അപ്ഡേറ്റഡ് ഒരു ഏരിയ ഉണ്ട്, ട്രാൻസാക്ഷണൽ അനാലിസിസ്, ടി എ ഒരുപാട് പഠിക്കാം, വർഷങ്ങളോളം പഠിക്കാം. പക്ഷെ അത് എത്ര പഠിച്ചാലും അതിനെ ഷോർട്ട് ചെയ്ത് ഏറ്റവും ചുരുക്കി പറഞ്ഞ എന്താ അറിയോ? വോയിസ് ഓഫ് മോഡുലേഷൻ. മോഡുലേഷനാണ് പ്രധാനം. എന്താണ് മോഡുലേഷൻ? ഇപ്പൊ ഞാൻ പറയാം, അസ്സലാമു അലൈക്കും, ഇതൊരു സലാമാണ്.
ഞാൻ മറ്റൊരു സലാം പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതും സലാമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. ഇത് ഉണ്ടാക്കി തീർക്കുന്ന പ്രതിഫലനവും ഭയങ്കര വ്യത്യാസമാണ്. ഭയങ്കര വ്യത്യാസമാണ് ഇതുണ്ടാക്കി തീർക്കുന്ന പ്രതിഫലനം. ഇതേപോലെയാണ് ഒരു നേതാവ് സലാം പറയുന്നതിന്റെ പ്രാധാന്യം. സലാം പറയുമ്പോൾ യാതൊരു ഭാവവും ഇല്ല, യാതൊരു ആ വോയിസിൽ യാതൊരു മോഡുലേഷൻ അഥവാ ശബ്ദവ്യത്യാസം, പരിഗണന തോന്നിക്കുന്ന ശബ്ദം ഇതൊന്നുമില്ല. ഇല്ലാതെയുള്ള സലാം എന്ന് പറയുന്നത്, നമ്മൾ മിഷ്കാത്തിലൊക്കെ സലാമിന്റെ ബാബ് വിശാലമായി എത്ര ഹദീസാണ് സുബ്ഹാനല്ലാഹ്. അതിൽ മിർക്കാത്തിൽ അതിന്റെ ശുറൂഹ് നോക്കിയാൽ കാണാം, കൽബിന്റെയും ഇടയിലുള്ള ഗുബാർ, ഈ ഗുബാർ നീക്കാൻ പറ്റുന്ന മനസ്സിന്റെയും ഇടയിലുള്ള പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നീക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആലത്താണ് സലാം. പക്ഷെ അത് എങ്ങനെ പറയണം? അതിലെ വോയിസ് മോഡുലേഷൻ പോസിറ്റീവ് ആകണം. 2, ഫേസ് ടു ഫേസ് ചെയ്ത് പറയാൻ പറ്റണം. 3, ഒരു തബസ്സും അതിന്റെ പിൻബലത്തിൽ ഉണ്ടാകണം. ഇങ്ങനെ പറയുന്ന സലാമിനെ ഫലമുള്ളൂ. അഥവാ ഒരു ഇൻഖിലാബുൽ ഫറഹ് മിനൽ ഖൽബി ഇലൽ ഖൽബ്, മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് ഹാപ്പിനെസ് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ, ഒരു സന്തോഷം കൈമാറാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ ആ സലാം ഓക്കെയാണ്. ഇല്ലെങ്കിൽ സംതിങ് ശരി കിട്ടും. ഉമ്മ, ഇതൊരു നേതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ്. വലിയ വലിയ നേട്ടങ്ങൾ, അതായത് ഒരാൾ സുദുറുസ്താദാണ്, അതല്ലെങ്കിൽ ഒരാൾ റേഞ്ച് മാനേജ് ചെയ്യുന്ന അതിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ എക്സാം വകുപ്പോ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യാൻ നമ്മുടെ അണ്ടറിൽ 20 മദ്രസ ഉണ്ട്, 30 മദ്രസയുണ്ട്. ഈ 30 മദ്രസയിൽ ഞാൻ ഇടപെടുന്ന ഇടപെടൽ, അതിന്റെ നേട്ടം 80 വേണോ 20 വേണോ എന്ന വ്യത്യാസം അതെവിടെ നിന്നാണ് തീരുമാനിക്കുന്നത്? ഈ സെക്രട്ടറിയുടെ, പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സെക്രട്ടറിയുടെ സലാം പറയുന്നതിൽ വോയിസ് മോഡുലേഷനിൽ വലിയൊരു വിഹിതമുണ്ട്. ഇത് പറയുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അങ്ങനെ ഈ പ്രകൃതങ്ങളൊക്കെ, ഇതൊക്കെ ഓരോരുത്തരുടെ പ്രകൃതമല്ലേ, അതിങ്ങനെ മറ്റൊരാൾക്ക് പരിശീലിക്കാൻ പറ്റും? ഗസാലി ഇമാം അതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയാം, നിങ്ങളോട് നിങ്ങളെ കൈയുള്ളത് 3/4 മീറ്റർ ആണെന്ന് സങ്കല്പിക്കുക. അത് 2 മീറ്റർ ആക്കണമെന്ന് നിർദ്ദേശം ഉണ്ടാവോ? ഇല്ല. അതേ സമയത്ത് ഇതിന് നിർദ്ദേശമുണ്ട്. അള്ളാഹുവിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശം നമുക്ക് ലഭിച്ചൊരു വിഷയമാണിത്. എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയും. ചിലർ പറയും എന്റെ പ്രകൃതം ഇങ്ങനെയാണ്. എന്നാൽ അതിന് ഗസാലി ഇമാം പറഞ്ഞ മറുപടിയാണ്, പ്രകൃതം മാറ്റം വരുത്താൻ കഴിയും എന്നതുകൊണ്ടാണ് അള്ളാഹു അത് നിർദ്ദേശിച്ചത്. അല്ലെങ്കിൽ നിർദ്ദേശിക്കൂല. 1 മീറ്ററുള്ള കൈ 2 മീറ്റർ ആകണമെന്ന് നിർദ്ദേശിക്കൂല. അതേസമയത്ത് ഇവിടെ നിർദ്ദേശമുണ്ട് എന്നത് എന്തിന് തെളിവാണ്? മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഇവിടെയാണ് ഒരു നേതാവിനുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്നിനെ വിശദീകരിക്കപ്പെടുന്നത്. അതിൽ മറ്റൊന്നാണ് ഇവിടെ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് എപ്പോഴും ഇമ്പൾസീവായി ആവേശപ്പുറത്ത് ഇടപെടുന്നുണ്ടോ, അതല്ല അദ്ദേഹത്തിന്റെ വിവേകപ്പുറത്താണോ ഇടപെടുന്നത് എന്നത് വളരെ പ്രധാനമാണ്. ഈ 2 മാറ്റങ്ങളാണ് ഇതിൽ ഹിക്മത്ത് എന്നതുകൊണ്ട്, ഹിക്മത്ത് ഉള്ളതും ഇല്ലാത്തതും തമ്മിലുള്ള മാറ്റങ്ങൾ. ഒന്ന്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്കൂൾ പ്രൊജക്ട് ലീഡ് ചെയ്യുന്ന തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ നിന്നൊരു പ്രിൻസിപ്പാൾ എന്നെ വിളിക്കുന്നു. പെട്ടെന്ന് ഒരു കോള് വന്നു, ഞാനപ്പോ കട്ട് ചെയ്തു, കാരണം ഞാൻ വർക്കിലായിരുന്നു. അപ്പൊ വീണ്ടും വിളിച്ചു. 2-3-ാമത്തെ കോള് കണ്ടപ്പോൾ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു വലിയ പ്രശ്നത്തിൽ കുടുങ്ങിയിട്ടുണ്ട്, ഉടനെ ഇടപെടണം. ജോഷി എന്ത് പറ്റി? അത് രാവിലെ തന്നെ ഒരു ടീച്ചറെ ഞാൻ ഡിസ്മിസ് ചെയ്തു. ജോഷി എന്ത് പറ്റിയത്? അത് 3 ദിവസം മുമ്പ്
ഞാൻ ആ ടീച്ചർക്ക്, വേറൊരു ടീച്ചർ പോയ ഗ്യാപ്പിൽ ഈ ടീച്ചർക്കാണെങ്കിൽ ക്ലാസ് കുറവുള്ളത് കൊണ്ട് ഞാൻ ഡ്യൂട്ടി കൊടുത്തു. ഇന്ന് രാവിലെ വന്ന് ക്ലാസ് പോയി നോക്കുമ്പോൾ ക്ലാസ്സിൽ ആളില്ല. അപ്പൊ ഞാൻ ആ ക്ലാസ് ഒബ്സർവേഷൻ ചാർജുള്ള ആളെ വിളിച്ചിട്ട് ഇതെന്താ ഇതിൽ ആളില്ലാത്തതെന്ന് ചോദിച്ചപ്പോ അത് പറഞ്ഞു, ടീച്ചറോട് പോകാൻ പറഞ്ഞപ്പോൾ ടീച്ചർ പോകൂല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾക്കാകെ പ്രഷർ കയറി. കഴിഞ്ഞ ദിവസം ഞാൻ ഏൽപ്പിച്ചു, എന്നോടത് മുടക്കണ്ടെങ്കിൽ എന്നോട് പറയണ്ടേ. എന്റെ മുമ്പിൽ വെച്ച് ഒരു യെസ് പറഞ്ഞു പോയ ആള് ക്ലാസ്സിൽ ആളില്ലാതെ ക്ലാസ് കൊളായി കിടക്കുന്ന സമയത്ത് ഞാൻ പോകൂല എന്ന് പറഞ്ഞാൽ അതൊരു ശരിയല്ലല്ലോ. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചു, ടീച്ചറെ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് അങ്ങനെ പോകാൻ കഴിയില്ല, ആ പുതിയ ഡ്യൂട്ടി ഒന്നും ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് അത് പൊറുക്കാൻ പറ്റിയില്ല. അപ്പൊ എന്ത് ചെയ്തു, ഗെറ്റ് ഔട്ട് അടിച്ചു, പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്താ എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് പോകാൻ പറഞ്ഞപ്പോഴാണ് അതിന്റെ അതോറിറ്റിയെ വിളിച്ചു ചോദിക്കും, ഞാനിങ്ങനെ പറഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്. അതോറിറ്റി പറഞ്ഞു, തൽക്കാലം നിങ്ങൾ എന്നെ മാനേജ് ചെയ്യും, ഇപ്പൊ എനിക്ക് സമയമില്ല. അപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. ഇവിടെ ഒരു നേതാവ് ഒരു തീരുമാനത്തിൽ ഇടപെടുന്ന സമയത്തുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബിൽ ഹിക്മത്തി വൽ മൗഇളത്തിൽ ഹസന. ഞാൻ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇരിക്കുമ്പോൾ, ടീച്ചേഴ്സിന്റെ പ്രോഗ്രാമാണ്, അതിൽ വെച്ചൊരാൾ ചോദിച്ചു, ഞാനിങ്ങനെ അധ്യാപനം എളുപ്പമാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ എളുപ്പമില്ലാത്ത മേഖലകളാണ് പിന്നെ ചോദ്യങ്ങൾക്ക് വരിക. അങ്ങനെ ചോദിച്ച് അവസാനം എത്തിയൊരു മേഖലയാണ് പള്ളിയിൽ ജമാഅത്തിന് വേണ്ടി കുട്ടികളെ കൊണ്ടുപോകുന്ന സമയത്ത് എങ്ങനെ ശാന്തമായി കൊണ്ടുപോകാം. ആൺകുട്ടികൾ മാത്രം ഒരു 2000-ന്റെ മേലെ ഏകദേശം കുട്ടികൾ ഉണ്ടാകും സുമാറ്. അത്രയും കുട്ടികളുള്ളതിൽ ഈ പള്ളിയിൽ ജമാഅത്തിന് പോകുമ്പോൾ ചെറിയ പ്രശ്നമൊന്നുമല്ലല്ലോ. അപ്പൊ ഇവിടെ എങ്ങനെ ശാന്തമായി കൊണ്ടുപോകാം. അപ്പൊ ഞാൻ അതിന്റെ തൊട്ടു മുമ്പത്തെ ഒരു ദിവസം അതേ പള്ളിയിൽ ജുമയ്ക്ക് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോ ജുമയ്ക്ക് പോകുന്ന ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ ഈ ഹൗദിലേക്ക് കയറുന്നിടത്തും അതുപോലെ പള്ളിയുടെ ഗ്രൗണ്ടിലേക്ക് വരുന്നിടത്തും മുകളിലേക്ക് കയറുന്നിടത്തും എല്ലായിടത്തും ഇടയ്ക്കൊരു പൊട്ടുന്ന ശബ്ദം, അടിയല്ല, അത് തെളിക്കുന്ന ശബ്ദമാണ്. ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്ന ഈ ഒരു ശബ്ദമാണ്. അപ്പോ എനിക്കിത് ഓർമ്മയായപ്പോൾ തലേദിവസം കണ്ടത് ഒരു ചോദ്യം എന്താ, എങ്ങനെ ശാന്തമായിട്ട് കൊണ്ടുപോകാം. നിങ്ങൾ പറഞ്ഞതുപോലെ കുട്ടികളോട് വളരെ ബഹുമാനപൂർവ്വം പെരുമാറി ഇതൊക്കെ നടക്കുമോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇതേ ആശയം. ഇത് പറയുമ്പോ എങ്ങനെ ചെയ്യണം? ബിൽ ഹിക്മത്തി വൽ മൗഇളത്തിൽ ഹസന. അതെങ്ങനെയാ? അത് ഇത്രയൊന്നും പണിയില്ല. ഇത് നമ്മൾ ബഹുമാനിക്കപ്പെടുന്ന ബഹുജനങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ച് ഓരോരുത്തർ ഇങ്ങനെ തെളിക്കട്ടോ എന്ന് പറയാൻ തെളിച്ചാൽ അതൊരു ഡീസന്റ് പരിപാടിയല്ല. ഇവിടെ എന്താ പഠിപ്പിക്കേണ്ടത്? ശാന്തത എങ്ങനെ പഠിപ്പിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞിട്ടാണ് ശാന്തത പഠിപ്പിക്കുന്നത്. എവിടെയാ അതിനൊരു ലോജിക്ക് ഉള്ളത്? അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു ബിൽ ഹിക്മത്തി വൽ മൗഇളത്തിൽ ഹസന. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എല്ലാ ടീച്ചേഴ്സും എല്ലാ ക്ലാസ്സിലും 3 മാസത്തേക്ക് ക്യാമ്പയിൻ ചെയ്യണം. ക്യാമ്പയിന്റെ ഭാഗമായി കുറെ സമയം പ്രസംഗിക്കൊന്നും വേണ്ട. 3 ജുംല, പോസിറ്റീവ് ലാംഗ്വേജ് ഉള്ള 3 ജുംല. ഈ 3 ജുംല ഉപയോഗിക്കണം. ഈ പോസിറ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനം. ഉദാഹരണത്തിന് ചായ കുടിച്ച ഉടനെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ AC ഉള്ള ഈ സമയത്ത് ഇരിക്കുമ്പോൾ ഒരു ഉറക്കം തൂങ്ങാനുള്ള എല്ലാ സാധ്യതയും. ഞാൻ ആ സമയത്ത് പറയാണ്, എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറക്കം തോന്നുന്നുണ്ടോ? ഇങ്ങനെ ചോദിച്ചാൽ അതൊരു നെഗറ്റീവാണ്. പകരം ഞാൻ പറയാണ്, ഇത് ചായ കുടിച്ച ഉടനെ ഉള്ള സമയമാണ്. ആർക്കെങ്കിലും ഒരു ജുംലയായ ആർക്കെങ്കിലും ഉറക്കം തൂങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ്. ഇതൊരു ഭാഷയാണ്. ഞാനിത് പറഞ്ഞ വകയിൽ ഉറങ്ങാൻ നിങ്ങൾക്ക് തോന്നിയോ? ഇല്ലല്ലോ, തോന്നില്ല. അതേസമയത്ത് ഇപ്പോഴും ഉറക്ക് തൂങ്ങുന്ന ഒരാൾക്ക് പോലും എന്നാൽ ഉണരാമെന്ന് തോന്നി ഉണരുകയും ചെയ്തു. ഇപ്പൊ അതാ സംഭവിച്ചത്. പോസിറ്റീവ് ലാംഗ്വേജിന് പകരം ഞാൻ പറയാണ്, വളരെ കഷ്ടപ്പെട്ട് നമ്മൾ പങ്കെടുത്തത്. സത്യത്തിൽ എന്റെ ഈ പരിപാടി അവസാനം പോകുന്നവർക്ക് പോവുകയും ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് അവസാനം വെച്ചത്.
അപ്പൊ പോകുന്നവർ പോകിക്കോട്ടെ എന്നുള്ള ആ ഒരു പൊസിഷനിൽ ഞാൻ എന്ത് ചെയ്യരുത്, അധികം മസിൽ പിടിക്കാൻ നിൽക്കരുത്. ഇന്നലെ വന്ന് പല ഉത്തരവാദിത്തമുള്ളവർ ഇങ്ങനെ പൂട്ടി ഒറ്റയിന്റെ ഉള്ളില് ഈ സമയം ഇത്രയും സമയം ഇരുന്നിട്ട് പിന്നെ അവസാനം ഞാൻ വെച്ച് ചൂടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഈ അവസാനത്തെ സമയം ഒന്ന് ഫ്രീഡം കൊടുത്ത് ആവശ്യമുള്ളവർ മാക്സിമം അത് ഉപയോഗിച്ചോളൂ. അതാണ് പൊതുതത്വം. അവിടെ ഞാൻ ശല്യം ചെയ്യരുത്, അവിടെ ഞാൻ നെഗറ്റീവായിട്ട് നിങ്ങളുടെയൊക്കെ സമയം വളരെ ഫലപ്രദമായി വിനിയോഗിക്കണം. ഇവിടെ AC കറണ്ട് ചെലവ് വെറുതെ അല്ല വെച്ചത്, നിങ്ങൾക്ക് ഉറങ്ങാൻ വെച്ചതല്ല. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുക? ഞാൻ ഇനി പറയുന്ന ഓരോ ആശയങ്ങളും കൽബിലെത്തൂല. ഞങ്ങൾക്ക് കോമൺ സെൻസ് പോലും ഇല്ലാണ്ടായിപ്പോയല്ലോ എന്ന് ചിലരുടെ മനസ്സിൽ തോന്നുകയും ചെയ്യും. അതേസമയത്ത് എന്ത് ചെയ്യണം? കുട്ടികളുടെ മുമ്പിൽ ഈ പള്ളിയിൽ എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് അരമിനിറ്റ്. അരമണിക്കൂറല്ല, അരമിനിറ്റ്. എങ്ങനെ ചെയ്യണം? 3 സെന്റൻസ്. ഞാൻ പറഞ്ഞു, എല്ലാ ഉസ്താദുമാരും ആദ്യത്തെ ഒരാഴ്ച എല്ലാ പീരീഡിലും ഇത് ഉപയോഗിക്കണം. അരമിനിറ്റ്. ഏതാ 3 സെന്റൻസ്? 1, പള്ളി അത് വളരെയേറെ ബഹുമാനമുള്ളതും ശാന്തതയുള്ളതുമായിരിക്കണം. എന്നുള്ളതിന് പകരം അങ്ങനെയാണ്. 2, നിസ്കാരം അത് വളരെയേറെ ബഹുമാനമുള്ളതാണ്, വളരെ ശാന്തതയോടെ നിർവഹിക്കേണ്ടതാണ്, നമുക്കൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയത്. 3, നമ്മൾ പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി പോകുമ്പോഴും വുളൂ ചെയ്യുമ്പോഴും തിരിച്ചു വരുമ്പോഴും ശാന്തമായാണ് ചെയ്യുക. ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് മനസ്സിലായോ? ഇതാണ് ചെയ്യേണ്ടത്. പറയുന്നതിന്റെ മുമ്പ് വേണം ചോദിക്കാൻ. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂലേ? ഇങ്ങനെ 3 ജുംല എത്ര സമയം എടുക്കും? അരമിനിറ്റ് തികച്ചു വേണോ? വേണ്ട. പക്ഷെ ഇതൊരാഴ്ച എല്ലാ പീരീഡിലും ചെയ്യണം, എല്ലാവരും ചെയ്യണം. പോസിറ്റീവായ ഒരു 3 ലാംഗ്വേജ്, പോസിറ്റീവ് ലാംഗ്വേജ് ഉപയോഗിച്ചുള്ള 3 സെന്റൻസ് എല്ലാ ഉസ്താദുമാരും യൂണിറ്റിയോടെ ചെയ്യണം. ചെയ്യുമ്പോൾ കുട്ടികളോട് ഉപയോഗിക്കുന്ന ഭാഷ, വോയിസ് മോഡുലേഷൻ മാറരുത്. ഈ വോയിസ് മോഡുലേഷൻ വളരെ പ്രധാനമാണ്. ഒരു ദിവസം ഞാനിങ്ങനെ ഒരു മാതാവിനോട്, ഒരു പാരൻസിന് കൊടുക്കുന്ന ഒരു കൗൺസിലിംഗ് കേസിൽ 1ാം സിറ്റിംഗ് കഴിഞ്ഞ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം 2ാം സിറ്റിങ്ങിന് ഇട്ടത്. അപ്പൊ 1ാം സിറ്റിങ്ങിന് ഞാൻ എന്ത് ചെയ്തു, ഈ പോസിറ്റീവ് ലാംഗ്വേജിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ 2ാമത്തെ സിറ്റിങ്ങിലുള്ള ഇടവേളക്ക് ഈ കുട്ടി ഇങ്ങനെ അങ്ങോട്ട് ഓടുന്നുണ്ട്, ഇങ്ങോട്ട് ഓടുന്നുണ്ട്. ഇതിലിങ്ങനെ പൊറുതി കെട്ടിട്ട് ഇങ്ങോട്ട് വാ എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞാണ്. പക്ഷെ ഈ പൊന്നുമോനെ എന്ന് പറഞ്ഞ എന്റെ ലാംഗ്വേജ് വാക്ക് മാത്രമാണ് പോസിറ്റീവ്, പക്ഷെ ആ മോഡുലേഷൻ എന്താ അറിയോ, ഡേഷിന്റെ മോനെ എന്നുള്ളതിന് സമാണ്. ആ വോയിസിൽ എന്തുണ്ട്? മോഡുലേഷനിൽ എല്ലാ ഡേഷും അവിടെ ഉണ്ട്. ഇങ്ങനെയാകരുത്. അതായത് വളരെ ബഹുമാനപൂർവം കുട്ടികളോട് ഈ മാർഗനിർദ്ദേശം നൽകാൻ ഇവർക്ക് പറ്റിയ, അതിന് അരമിനിറ്റ് വേണ്ടു. പക്ഷെ ഒരു 1 വീക്ക് എല്ലാ ദിവസവും ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. അവരോട് പറയേണ്ട മെസ്സേജിൽ ഉണ്ടാകേണ്ടത് ഇത് നിങ്ങളുടെ മൂല്യമാണിത്. ഈ മൂല്യം നടപ്പിലാക്കാൻ ഞങ്ങൾ സഹായിക്കും. എന്താണ് സഹായം? കോണി ഇറങ്ങുന്നിടത്ത് ഉസ്താദുമാരുണ്ടാകും, ടീച്ചേഴ്സ് ഉണ്ടാകും, പള്ളീന്റെ ഹൗദങ്കരയിലുണ്ടാകും, വഴിയിലുണ്ടാകും, കോണിന്റെ മുകളിലുണ്ടാകും. അവിടെയൊക്കെ ഉസ്താദുമാരെ കാണുമ്പോൾ ഇത് ഓർമ്മിക്കണം. ഉസ്താദുമാര് നിങ്ങളെ തല്ലില്ല, ചീത്ത വിളിക്കൂല, ഇടിപൊട്ടിക്കൂല. ഉസ്താദുമാരെന്ത് ചെയ്യണം? 1ാം ദിവസം തന്നെ ഇത് പറഞ്ഞതുകൊണ്ട് പൂർണ്ണമായി നടപ്പിലാവോ? ഇല്ല. ചിലരൊക്കെ ഉണ്ടാകും, ചില അശ്രദ്ധ കൊണ്ട്, മുമ്പുള്ള പതിവ് കൊണ്ടൊക്കെ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന പ്രതികരണം. അപ്പൊ എന്ത് ചെയ്യണം ഉസ്താദ്? നോട്ട് ചെയ്യണം. അവിടെ നിൽക്കുന്ന ഉസ്താദ് രൗദ്രഭാവത്തിലുള്ള പട്ടാളക്കാരന്റെ ഭാവത്തിലല്ല നിൽക്കേണ്ടത്. എങ്ങനെ നിൽക്കണം? ഐ ആം ഹെൽപ്പിംഗ് യു, അന മുസായിദ്, ഞാൻ നിന്റെ ഹെൽപ്പറാണ് എന്ന മെന്റാലിറ്റി ഉസ്താദിന്റെ മുഖത്ത് വേണം. നമ്മുടെ പൊന്നു മക്കളെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ഈ മക്കളെ കാണുമ്പോൾ ഉണ്ടാകണം. അങ്ങനെ ഓരോ ഉസ്താദിനും നിൽക്കാൻ പറ്റണം. ചില ഉസ്താദുമാരുടെയൊക്കെ ഉള്ളിൽ ചില പ്രേതങ്ങളുണ്ടാകും. അതായത് ഉസ്താദ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ കണ്ടാൽ പേടിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സ്ഥലമുണ്ടാകും. അത് വലിയൊരു മെസ്സേജാണ്.
ബോഡി ലാംഗ്വേജ് ആണ്, അത് മാറണം. മുത്തുനിബിതങ്ങളെ കണ്ട വകയിൽ ശിഷ്യന്മാർക്ക് പേടിയല്ല, കാണാനുള്ള ഇഷ്ടമാണ്. ജമാഅത്തിൽ വലത് സ്വഫിൽ പോയിരിക്കുന്നത് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. ഇങ്ങനെയാകുന്നതാണ് ശരി. പേടിക്കേണ്ടത് പ്രാന്തൻ നായയെ, അതുപോലെ വിഷജന്തുക്കളെ, അതുപോലെയുള്ള സംഗതികളെയൊക്കെയാണ് പേടിക്കേണ്ടത്. നേതാവിനെ അനുയായികൾ ചെയ്യേണ്ടത് ഇതുപോലെയാണ്. ഇതാണ് ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന എന്ന് പറഞ്ഞത്. അഥവാ പോസിറ്റീവ് ലാംഗ്വേജ് ഉണ്ടാകണം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, മനോഭാവം ഉണ്ടാകണം. അതോടൊപ്പം യൂസർ രണ്ടാൾക്കും ഫീൽ ചെയ്യണം. നിൽക്കുന്ന ഉസ്താദിനെ ഇങ്ങനെ മസിൽ പിടിച്ചിട്ട് ആകെ മസിൽ കോച്ചരുത്. ഈ നിൽക്കുന്ന ഉസ്താദിന് നമ്മുടെ മക്കളെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാകണം. മക്കൾക്ക് നിൽക്കുന്ന ഉസ്താദിനെ കാണുമ്പോൾ ഒരു പ്രതീക്ഷയും ഒരു സന്തോഷവും ഉണ്ടാകണം. അതാണ് ഇസ്ലാം, അതാണ് മനുഷ്യൻ, അതാണ് മനുഷ്യർക്കൊപ്പം. അതാണ് നമുക്കുണ്ടാകേണ്ടത്. ഇതാണ് നേതൃഗുണത്തിൽ നിന്നുണ്ടാകേണ്ട സ്വഭാവത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. എന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് നിർവഹിക്കുമ്പോഴുണ്ടാകേണ്ട ഒരു സമീപന രീതി, രണ്ടാൾക്കും ഇങ്ങനെ മസിൽ കോച്ചുന്ന അവസ്ഥ ഉണ്ടാകരുത്, രണ്ടാൾക്കൊരു സന്തോഷം ഫീൽ ചെയ്യണം. ഇതാണ് ശരിക്കുള്ള ഉത്തരവാദിത്വ ബോധത്തിലെ മർമ്മപ്രധാനമായ മറ്റൊരു വശം. ഇനി മൂന്നാമത്തത് ആശയവിനിമയം. ആശയവിനിമയം ഏറ്റവും കൂടുതൽ നടക്കുന്നത് എവിടെ നിന്നാണ്? ബോഡി ലാംഗ്വേജിൽ നിന്നാണ്. ഖൽബ്, ഈ മനസ്സിൽ ആശയം എത്തുന്നത് 5 എൻട്രൻസിലൂടെയാണ്. ഞാൻ പറയാണ്, ഇന്ന് നമ്മൾ തിന്ന നാസകന്തേ 10ലും അറിയാം, ഒട്ടുവത്തിലേക്കല്ലേ, മാഷാ അല്ലാഹ്. ഈ ഓട്ടുവത്തിലും ഇന്നത്തെ ഇറച്ചിക്കറിയും, ആ ഇറച്ചിക്കറിയും എന്ന് പറയുമ്പോൾ അതിലൊരു ടേസ്റ്റ് എല്ലാവരുടെ മനസ്സിലും ഇല്ലേ? ഉണ്ട്. പക്ഷെ ഈ ടേസ്റ്റ് മനസ്സിലേക്ക് എത്തിയത് ഏതിലൂടെയാണ്? നമ്മുടെ നാവ്. അതാണ് അതിന്റെ രുചിച്ചറിവിന്റെ കഴിവ്. ഞാൻ പറയാണ്, പുറത്തിറങ്ങിയപ്പോ നല്ല ചൂടുണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോ നല്ല കൂളായ അടിപൊളി അല്ലേ? ഈ കൂള് മനസ്സിലേക്ക് എത്തിയ ഇതിലൂടെയാണ് നമ്മുടെ ത്വക്ക് എന്ന് പറയുന്ന, നമ്മുടെ തൊട്ടറിവ് എന്ന് പറയുന്ന ആ ഒരു ഇന്ദ്രിയത്തിലൂടെയാണ്. എന്നാൽ ഞാൻ പറയുന്നു, ആയഞ്ചേരി ടൗണ് അല്ലെങ്കിൽ കഴിഞ്ഞ നമ്മുടെ കേരള യാത്ര അതിഗംഭീരമായി നടന്ന ശാലിയാത്തി നഗർ, നാദാപുരം, നമ്മുടെ ശാലിയാത്തി നഗർ, കോഴിക്കോടിന്റെ അഭിമാനം എടുത്തു പറയുന്ന വളരെ ജനനിബിഡമായ വലിയൊരു സദസ്സായിരുന്നു. നമ്മുടെ മനസ്സിൽ വലിയൊരു സദസ്സ് വന്നു. ഈ സദസ്സ് മനസ്സിലേക്ക് എത്തിയത് കണ്ണിലൂടെയാണ്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാലും മനസ്സിലേക്ക് എത്തുന്ന ആശയങ്ങളിൽ ഏറ്റവും കൂടുതൽ ആശയം എത്തുന്നത് കണ്ണിലൂടെയാണ്. എന്നാൽ അതിന് നിമിത്തമാകുന്നത് ബോഡി ലാംഗ്വേജ് ആണ്. ഒരു നേതാവിന്റെ നൃത്തവും ഇരുത്തവും നടത്തവും പ്രധാനമാണ്. വേഷം പ്രധാനമാണ്. വൃത്തിയുള്ള ഭംഗിയുള്ള വേഷം ഒരു നേതാവിന് വളരെ അനിവാര്യമാണ്. പക്ഷെ അത് പെർഫെക്ഷൻ ആകണം, പെർഫെക്ഷനിസം ആകരുത്. പെർഫെക്ഷനും പെർഫെക്ഷനിസവും ഉണ്ട്. എനിക്ക് ഈ സദസ്സിൽ 10 മണിക്ക് പരിപാടി തുടങ്ങണമെന്ന് പറഞ്ഞു. 9:58 ആ ഒരു സമയാകുന്നതിന്റെ മുമ്പ് ഏകദേശം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാനൊരു 9:45 ഇറങ്ങാൻ നോക്കുമ്പോൾ ഡ്രസ്സ് ഒറ്റ ഇസ്തിരി ഇട്ടതില്ല. ഇസ്തിരി ഇടണമെങ്കിൽ ഒരു 15 മിനിറ്റ് എന്തായാലും വേണം, പിന്നൊരു 10 മിനിറ്റ് ഇവിടെ എത്താനും വേണം. അപ്പോ അവിടെ ഞാൻ എന്തിന് പ്രാധാന്യം നൽകണം? തൽക്കാലം കുറച്ചൊക്കെ ലേശം ഇന്നലെ ഇട്ട ഡ്രസ്സായാലും കുഴപ്പമൊന്നുമില്ല. പ്രാധാന്യം സമയത്തിന് കൊടുക്കണം. അത് സമയം ഒന്ന് അരമണിക്കൂർ കഴിഞ്ഞ് വലിയ ആലിമീങ്ങളുടെ മുമ്പിൽ ഖിദ്മത്തിന് കിട്ടിയൊരു അവസരം, അത് അരമണിക്കൂർ വൈകിയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നത്, എന്നാലും എൻ്റെ ഈ ചുളിയാത്ത ഡ്രസ്സാണ് വലുത് എന്ന് ചിന്തിക്കുന്നത് പെർഫെക്ഷനിസമാണ്. അത് പെർഫെക്ഷൻ അല്ല. പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഭംഗി ഉണ്ടാകണം എന്ന് ചിന്തിക്കുകയും അതിനു വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യണം. പക്ഷെ അതിനൊരു തടസ്സം ഉണ്ടായാൽ, അഹമായതിന്, ഇമ്പോർട്ടന്റ് ആയതിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ പറ്റിയാലാണ്, അപ്പോഴാണ് അത് പെർഫെക്ഷൻ ആകുന്നത്. മറ്റത് പെർഫെക്ഷനിസമാണ്.
വലിയൊരു സദസ്സിൽ, അനിവാര്യമായി എത്തേണ്ട ഒരു സദസ്സിൽ ഒരാൾ പോകുന്നില്ല. എന്താ കാരണം? അത് ഡ്രസ്സിന്റെ അടിയിലത്തെ ഒരു ഭാഗത്ത് ഒരു തുള്ളി ചളി തെറിച്ചിട്ടുണ്ട്. അതാരോ കണ്ടാലോ? അത് പെർഫെക്ഷനിസമാണ്. എന്നാൽ സൗന്ദര്യബോധം ഒരു നേതാവിന്റെ ഗുണമാണ്, വൃത്തി ഒരു നേതാവിന്റെ ഗുണമാണ്, നടത്തത്തിലും ഇരുത്തത്തിലും എല്ലാമുള്ള ബോഡി ലാംഗ്വേജ് ഒരു നേതാവിന്റെ ഗുണമാണ്. ഒരു സദസ്സിലിരിക്കുമ്പോ എന്ത് ചെയ്യരുത്? ഗസാലിമാം വളരെ വ്യക്തമായി പറയുന്നത് കാണാം. സദസ്സിലിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ ഒന്നപ്പുറം മറിച്ച് ഒന്നിപ്പുറം മറിച്ച് ഇങ്ങനെ മശൂലാകരുത്. ഈ സദസ്സിൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ ഫുൾ ടൈം ഇങ്ങനെ ബ്ലോക്ക് ചെയ്യരുത്. ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നത് ബോഡി ലാംഗ്വേജിൽ എപ്പോഴാണെന്നറിയോ? നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഏതോ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ ഞാൻ ഇവിടെ ഒന്നിനെയും അംഗീകരിക്കുന്നില്ല എന്ന ചിന്ത വരുമ്പോഴാണ് ഈ പൊസിഷൻ വരുന്നത്, ഈ കൈക്കെട്ടൽ വരുന്നത്. അതുപോലെ ഒരാളുടെ സംസാരത്തിലെ ദൈർഘ്യമേറിയ സമയം, ഈ പൊസിഷൻ വരുന്നത് ഇതും എന്താണ്? ഞാൻ ഇവിടെ ഒന്നും ശ്രദ്ധിക്കുന്ന ആളല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇങ്ങനെ ഒരു നേതാവിന്റെ ബോഡി ലാംഗ്വേജിൽ എപ്പോഴും നോട്ടത്തിലും മുഖഭാവത്തിലും ശരീര ചലനങ്ങളിലും ഇത് വളരെ, ഇതിന് പറയുന്ന പേരാണ് അച്ചടക്കം. അച്ചടക്കം എന്ന് പറഞ്ഞാൽ അതിന്റെ താരീഫ് ഒബേയിങ് റൂൾ, ഇത്വാഅത്തുൽ ഖവാനീൻ, നിയമത്തെ അനുസരിക്കുന്നതാണ് അച്ചടക്കം. അച്ചടക്കം എന്ന് പറഞ്ഞാൽ പലർക്കും പലതാണ്. അച്ചടക്കം എന്ന് പറഞ്ഞത് ഓരോ സന്ദർഭത്തിനും അനുയോജ്യമായ നിയമത്തെ അംഗീകരിക്കുന്നത്. ആ നിയമം മക്തൂബായാലും ശരി, ഖയാലിലുള്ളതായാലും ശരി, നിയമത്തെ അനുസരിക്കുന്നതാണ് ശരിക്കും അച്ചടക്കം എന്ന് പറയുന്നത്. ഇതൊരു നേതാവിന്റെ അവ്വലുൽ അമ്രാണ് അച്ചടക്കം. ഇപ്പൊ ഞാനൊരു സ്ഥാപനത്തിൽ പോയി, ഞാൻ ആ സ്ഥാപനത്തിൽ സർവീസ് ഏറ്റെടുത്തു, ജോബ് ഏറ്റെടുത്തു. സ്ഥാപനം നടത്തുന്നത് എൻ്റെ ഒരു ശിഷ്യനാണ്, ഞാൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥി ആയതുകൊണ്ട് ഞാനിങ്ങനെ നിയമങ്ങളിൽ സമയത്തെ ലംഘിക്കുന്നത് അതെന്റെ കഴിവുകേടാണ്. എൻ്റെ കഴിവെന്താണ്? അത് എൻ്റെ ശിഷ്യനാണ് നടത്തുന്നതെങ്കിൽ പോലും ആ സ്ഥാപനത്തിന്റെ നിയമത്തെ അനുസരിക്കണം എന്ന ശാഠ്യം അതൊരു നേതാവിന്റെ കഴിവാണ്, യോഗ്യതയാണ്. ഇതാണ് അച്ചടക്കം എന്ന് പറയുന്നത്. അത് ഞാൻ എങ്ങനെയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, എനിക്കിങ്ങനെയാണ് നിയമം വേണ്ടതെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കഴിവുകേടാണ്. നമ്മുടെ ഏത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോഴും ആ ഉത്തരവാദിത്തങ്ങളിൽ ചിലയിടത്തൊക്കെ ഉണ്ടാവും. ചില മദ്രസയിൽ ഞാൻ സദറുസ്താദായതുകൊണ്ട് 7 മണിക്ക് തുടങ്ങേണ്ട മദ്രസയിൽ സാധാരണഗതിയിൽ ഞാൻ 6 മണിക്ക് എത്തിയിട്ട് പണിയെടുക്കാറുണ്ട്. ചിലപ്പോ 9 മണിക്ക് വിട്ടാലും ഞാൻ 11 മണി വരെ ഇരുന്ന് ഒരുപാട് ജോലികൾ ചെയ്യാറുണ്ട്. എന്നതുകൊണ്ട് സമയം ലംഘിച്ചാൽ എന്നെ ആരും ചോദ്യം ചെയ്യരുത് എന്ന ചിന്ത പാടില്ല. അത് യോഗ്യതയല്ല. പകരം അവിടെ ഉണ്ടാകേണ്ട ചിന്ത എന്താണ്? ഞാൻ എന്ത് സേവനം അധികം ചെയ്താലും ആ അധികം ചെയ്യുന്ന സേവനം അതെന്റെ ആഖിറത്തിലേക്കുള്ള എന്റെ വരവാ. അത് മറ്റെവിടെയെങ്കിലുള്ള ഒരു റൂൾ ലംഘിക്കാനുള്ള എന്റെ അധികാരമാണെന്ന് ചിന്തിക്കുന്നത് നുക്സ്വാനാണ്, കഴിവുകേടാണ്. നേതാവിന്റെ കഴിവ് നിയമത്തെ അനുസരിക്കുന്നതാണ്, ആ നിയമത്തിന് വഴങ്ങുന്നത് കഴിവാണ്, മറ്റത് കഴിവുകേടാണ്. അച്ചടക്കം എന്നതൊരു നേതാവിന്റെ കഴിവാണ്. മറ്റൊന്നാണ് ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ. സൈക്കോളജിയിൽ അപ്ഡേറ്റഡ് സൈക്കോളജി പറയുന്നത് കാണാം, ഒരാൾക്ക് ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് കാണാം. ഒരാൾക്കൊരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഞാനും റാഫിസ് കാഫി ഞങ്ങൾ ഒരു ബാച്ച് പഠിച്ചതാണ്, ചങ്ങാതിമാരാണ്, സുഹൃത്തുക്കളാണ്. റാഫിസ് കാഫി ഇവിടെ ഇരുന്നിട്ട് മൂപ്പര് ഉറക്കു വെക്കാണ്. ഉറക്കൊന്നുമില്ല കേട്ടോ, നമ്മള് മൂപ്പരെ പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോ ഉറക്കു വെക്കുകയാണ്. ഈ ഉറക്കു തൂക്കുന്ന സമയത്ത് അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലേ? ഉണ്ട്. എന്താണ് കമ്മ്യൂണിക്കേഷൻ? എനിക്കിപ്പോൾ ഉറക്കാവശ്യമുണ്ട്. ഇത് കമ്മ്യൂണിക്കേഷനാണ്. നാം ഒരു സദസ്സിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടെങ്കിൽ ആ ചിന്ത നമ്മുടെ മുഖം മറ്റൊരാൾക്ക് കൈമാറും, നമ്മുടെ മുഖാത്തബിന് ആ ചിന്ത കൈമാറും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്ത റെഡിയായിരിക്കണം. ആശയവിനിമയം എന്നത് കേവലം വാചികം മാത്രമല്ല, അത് ബോഡി ലാംഗ്വേജിൽ വളരെ പ്രധാനമാണ് എന്നർത്ഥം.
പിന്നെ അതിന്റെ 2ാം നമ്പറാണ് ഉപയോഗിക്കുന്ന വാക്കുകൾ. നല്ല വാക്കുകൾ ഉപയോഗിക്കുക. അതിന് ഷുഡിന് പകരം വുഡ് ഉപയോഗിച്ച് ശീലിക്കുന്നത് ഒരു നേതാവിന്റെ കഴിവാണ്. ഉദാഹരണത്തിന്, എനിക്ക് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽപ്പിക്കണമെന്ന് കരുതുക. ഇല്ല കേട്ടോ, എഴുന്നേൽക്കൊന്നും വേണ്ട. സൗകര്യം ആർക്കെങ്കിലും ആവശ്യമുണ്ട് എഴുന്നേറ്റ് നിൽക്കാനുള്ള സ്വാതന്ത്ര്യം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽപ്പിക്കണമെന്ന് കരുതുമ്പോൾ ഞാൻ പറയാണ്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റുന്ന. ഇങ്ങനെ ഞാൻ പറയുന്നതിനേക്കാൾ അഹ്സനാണ് നമ്മൾ ഈ സമയം സജീവമായി ഉപയോഗിക്കല്ലേ. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ. ഈ വാക്ക് ഒന്ന് വുഡാണ്, ഒന്ന് ഷുഡാണ്. മറ്റത് ഇവിടെ കയറി നിൽക്കാൻ വല്ലപ്പോഴും അവസരം കിട്ടിയതിന്റെ ഹുങ്കായിട്ടാണ് ആർക്ക് മനസ്സിലാകുക? എൻ്റെ മുഖാത്തതിന് മനസ്സിലാകുക. ഇയാൾക്കൊന്നും ഇങ്ങനെ അവസരം കൊടുക്കരുത്, കൊടുത്തതുമല്ല നിർത്തണം എന്നിടത്തെത്തും. അതാണ് ഷുഡായാലുള്ള ഗുണം. ഈ നേതാവിനെ എങ്ങനെ സ്ഥാനത്ത് നിന്ന് മാറ്റാമെന്ന് അറിയാതെ നമ്മുടെ അനുയായികൾ ചിന്തിക്കും. അപ്പൊ നേതൃഗുണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വാക്കുകൾ നല്ലത് ഉപയോഗിക്കുക. ചേഞ്ച് യുവർ വേർഡ്, ചേഞ്ച് യുവർ വേൾഡ്. വാക്ക് മാറ്റിയാൽ നിങ്ങളെ ലോകം മാറുന്നത് കാണാം. വാക്ക് വളരെ പ്രധാനമാണ്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. പ്രതികാരം വീട്ടണം. എങ്ങനെ? അഹ്സന് കൊണ്ട് പ്രതികാരം വീട്ടണം. ഏറ്റവും നല്ലത് കൊണ്ട് പ്രതികാരം വീട്ടുന്നത് അത് ഏറ്റവും നല്ല ദഅവത്ത് രീതിയാണ്. ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് ഖിദ്മത്തിന് ഏൽപ്പിക്കപ്പെട്ടു. ഖിദ്മത്തിന് ഏൽപ്പിക്കപ്പെട്ടപ്പോ സുന്നത്ത് ജമാഅത്തിൽ തന്നെ പെട്ട ഒരു ആന്റി വിഭാഗം, അവര് ശക്തരാണ്. അവിടെ ശക്തരാണെന്ന് മാത്രമല്ല, വിദേഹത്തുകാരെക്കാളും വിരോധം നമ്മളോടും വിദേഹത്തുകാരോട് അന്നൊക്കെ കുറച്ചൊക്കെ ഒരു മൃദു സമീപനമായിരുന്നു. അവിടെ ചെന്നപ്പോൾ പലപ്പോഴും നമ്മളൊരു മഹല്ലിലൊക്കെ ഉത്തരവാദിത്വത്തോടെ നമ്മളൊരു സദസ്സിൽ എത്തിപ്പെട്ടാൽ, ഒരു ദുആഇന്റെ സദസ്സാണെങ്കിൽ ഫാത്തിഹ ഓതി, ഇഖ്ലാസ് ഓതി, മുഅവ്വിദത്തൈനി ഓതി, അവസാനത്തെ മിനൽ ജിന്നത്തി വന്നാസ് ഓതി തീരുമ്പോഴേക്ക് ദുആ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നമുക്കതിൽ വല്ലാതെ വേദനയൊന്നും തോന്നാറില്ല. കാരണം ഞാൻ കണ്ടു വളർന്നത്, ഏറ്റവും കൂടുതൽ കണ്ടു വളർന്നതും കേട്ടു വളർന്നതും എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് പേരോട് ഉസ്താദിനെയാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിൽ വേദന തോന്നാറില്ല. പക്ഷേ അടുത്തൊരു ദിവസം ഒരു സ്ഥാപനത്തിൽ നിന്നൊരു +2 ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി എന്നോട് ചോദിച്ചു, ഉസ്താദ് നിങ്ങളെന്താ ഇങ്ങനെ ദുആക്ക് കലമ്പുന്നത്? അപ്പൊ എനിക്ക് തീരെ മനസ്സിലായില്ല ഇവൻ എന്താ ചോദിച്ചത്. ഞാൻ വീണ്ടും ചോദിച്ചു. മോൻ അതന്നെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എപ്പോഴാ മോനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? കാരണം പൊതുവെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദുആ എങ്ങനെങ്കിലും ഒഴിഞ്ഞു കിട്ടിയാൽ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് എന്നേ തോന്നാറുള്ളൂ. പക്ഷെ ഇത് കലമ്പുന്നു, അതിനുവേണ്ടി മത്സരിക്കുന്നു എന്ന് ഈ കുട്ടിക്ക് എങ്ങനെ തോന്നി? അപ്പൊ ഇതാ സംഭവം. എന്ത്? നമ്മുടെ ആന്റി ടീം നമ്മൾ ദുആ ചെയ്യേണ്ട മൗഖിയില്, അത്തരം പൊസിഷനിൽ കയറിയിട്ട് ദുആ ചെയ്യുന്നത് കണ്ടപ്പോ അവന് ഫീൽ ചെയ്തത് എന്താ? ഇവര് രണ്ടാളും ഫൈറ്റ് ചെയ്യുന്നു എന്നാണ് അവന് ഫീൽ ചെയ്തത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, പച്ചോനെ ഇതിനിപ്പോ ഒരു പരിഹാരം വേണ്ടേ? കുറെ പലതും ആലോചിച്ചു. അവസാനം എനിക്ക് ഇത് ഓർമ്മയായി, ഇത് ബില്ലത്തി ഹിയ അഹ്സൻ. എന്നിട്ട് എന്ത് വേണം? വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. ഈ ഒരു ശൈലി വേണം. അപ്പൊ ഇവരെ എങ്ങനെ പ്രതികരിക്കണം? അഹ്സനോട് എങ്ങനെയാ ചെയ്യുക? അഹ്സന് കൊണ്ട് ഞാൻ കണ്ട ഒന്നാമത്തെ മാർഗം, അവരെന്തായാലും ദുആ പിടിച്ചു വരും. അപ്പൊ അതിന്റെ മുമ്പ് അവരോട് ദ്വാരക്കാൻ പറയും. എന്തായാലും ഒരു ദ്വാരക്കുമല്ലോ, അതിന്റെ മുമ്പ് അവരോട് എന്ത് പറയും? നിങ്ങൾ ദ്വാരക്കെന്ന് പറയും. രണ്ടാമത്തെ ഒന്നെന്താ അറിയും? നമ്മളെ മഹല്ലില് നമ്മളെ ക്ഷണിക്കേണ്ട പരിപാടിയുള്ള സ്ഥലങ്ങളിൽ അവിടെ ഇടങ്കോലിട്ടിട്ട് വേറെ സ്ഥാപനത്തിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരും. അപ്പൊ അതിന് പ്രതികാരം വീട്ടണമല്ലോ. എന്ത് ചെയ്യും? അവരെ ഒരിക്കലും വിളിക്കാൻ ചാൻസ് ഇല്ലാത്ത, നമുക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അവരെ വിളിപ്പിക്കും. അങ്ങനെ ചെയ്തപ്പോ ഉണ്ടായ മാറ്റം. മൂന്നാമത്തെ ഒന്നുകൂടി പറഞ്ഞ വേഗം മനസ്സിലാവും. ഞാൻ ഇതിന് സമയം തീരുമാനിച്ചു, 6 മാസം. ഒരു സദസ്സിൽ വെച്ച് നമ്മൾ മൈക്കൊക്കെ പറ്റുന്ന ആൾക്കാരാണ്, ഇവർക്ക് മൈക്ക് പറ്റൂല. അപ്പോ മൗലിദിന്റെ സദസ്സ് വന്നു. മൗലിദിന്റെ സദസ്സിലൊരു ശൈലിയുണ്ട്. നമ്മളെ കുട്ടികൾ നല്ല ഈണത്തിൽ മൗലിദ് ചെല്ലും. പറയപ്പെടുന്ന ആന്റി ടൈം എന്ത് ചെയ്യും? ബഹളം വെച്ച് അട്ടഹസിച്ച് ചെല്ലും.
അതായത് പുറത്തുനിന്നൊക്കെ കേട്ടാ വിചാരിക്കും ഇവിടെ എന്തോ വേറെന്തോ നടക്കുകയാണെന്ന് തോന്നും, കുറച്ചു ദൂരെ നിന്നാ കേട്ടെങ്കിൽ. അങ്ങനെ ചൊല്ലും. അപ്പൊ ഒരു സദസ്സിലെത്തിയപ്പോ ഞാൻ നമ്മളെ കുട്ടികളോട് പറഞ്ഞു, നമ്മൾ മൗലിദ് ചെല്ലുമ്പോൾ ആദ്യം മൈക്ക് വെക്കണ്ട. മൈക്ക് നമ്മളെ കയ്യിലുണ്ട്, ഏത് നമ്മളെ ബോക്സ്. ഞാൻ പറഞ്ഞാലേ വെക്കാം. അപ്പൊ നല്ല ഈണത്തിൽ ചൊല്ലാൻ തുടങ്ങിയപ്പോ അവിടെയുള്ള ചെറുപ്പക്കാരൊക്കെ കൂടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് മൈക്ക് വെക്ക്, എല്ലാവരും കേട്ടോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അവരോടൊന്ന് സമ്മതം ചോദിച്ചേ. ഒരിക്കലും അവിടെ ഒരു സമ്മതം ആവശ്യമില്ല. അവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അത് നടന്നപ്പോ പിന്നെ ഞാൻ കണ്ടൊരു അത്ഭുതം തോന്നുന്നത്, ഇന്ന് വഫാത്തായി പോയി വലിയൊരു സയ്യിദ് ഉണ്ടായിരുന്നു. ആ സയ്യിദ് വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വീട്ടുകൂടൽ, ആ വീട്ടുകൂടലിൽ ഫാത്തിഹ ഓതി ദുആ ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് ദുആ ചെയ്തു. ആരോട്? ഈ മിസ്കിനോട്. വജാദിലുഹും ബില്ലത്തി ഹിയ അഹ്സൻ. എളുപ്പമുള്ള പരിപാടിയാണ്. മറ്റത് ഫൈറ്റ് ചെയ്താൽ അവസാനിക്കൂല, നഷ്ടം തന്നെയാണ്. ഇവിടെയുള്ള ഏറ്റവും നല്ല രീതിയാണ് ആശയവിനിമയത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന സമീപന രീതി. ഇത് വളരെ പ്രധാനമാണ്. പിന്നെ ഒന്നാണ്, ഒരു നേതാവായിരിക്കുന്ന സമയത്ത് അയാൾ സ്വന്തം ഓടലല്ല, തൻ്റെ അനുയായികളെ കൂടി ഓടാൻ പഠിപ്പിക്കലാണ് ഒരു നേതാവിന്റെ യോഗ്യത എന്ന് പറയുമ്പോൾ അവിടെ എന്ത് മറക്കരുത്, ഒരു നേതാവിന് ഗെയിമിഫിക്കേഷൻ മോഡ് നഷ്ടപ്പെട്ടാൽ അത് പ്രൊഫഷണൽ, അത് ഒറിജിനൽ അല്ല. ഗെയിമിഫിക്കേഷൻ ഓർമ്മ ഉണ്ടോ? അതെ, അതായത് നമുക്കത് ഒരു ഗെയിം പോലെ അനുഭവപ്പെടണം നേതൃത്വം, എന്നാൽ മാത്രമേ അതിന്റെ ഒറിജിനൽ മോഡാകുന്നുള്ളൂ. അതിനെന്തു വേണം? അതിന് വേണ്ടത് ഒന്ന്, ഇവിടം സ്വസ്ഥമാവുക. രണ്ട്, ഇവിടെ നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കുന്ന മെസ്സേജുകൾ ഏറ്റവും സന്തോഷമുള്ളതാവുക, ഏറ്റവും സന്തോഷമുള്ളതാവുക. ബസ്തുൽ വജ്ഹ്, തബസ്സും, സലാം പറയുക തുടങ്ങിയ സംഗതികൾ ഫറഹം വ സുറൂറൻ ചെയ്യാൻ പറ്റിയാൽ, അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ അയാൾ പിന്നെ കൂടുതലായി വല്ലാതെ പറയേണ്ടി വരില്ല. അയാൾക്ക് ഏത് അനുയായിയെയും മാറ്റിക്കൊണ്ടുവരാം. മഹല്ലിലാണോ, മദ്രസയിലാണോ, കോളേജിലാണോ, ഇനി അതല്ല ഒരു ഫാക്ടറിയിലാണോ, എവിടെ വേണമെങ്കിലും അയാൾക്ക് മാറ്റിക്കൊണ്ടുവരാം. ഇവിടെ നിങ്ങൾക്ക് ഇടപെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാട്ടോ, നമ്മുടേതായ ജഹാലത്ത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോ എവിടെയും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ഒന്നാണ് ഈ പറയപ്പെട്ട സ്വഭാവം, അഥവാ സംഘബോധം എന്ന് പറയുന്നത്. ഞാനൊരു മഹല്ലിലെത്തിയാൽ ആ മഹല്ലിലെ ഞാൻ നേതൃത്വം നൽകുന്ന എൻ്റെ അനുയായി, എൻ്റെ മുഖാത്തബ്, ഇവിടെ നേതാവ് എന്നത് എന്താണ് ശരിക്കും? അതൊരു ഡ്യൂട്ടിയാണ്, അതൊരു വലിയ സ്ഥാനമോ അല്ലെങ്കിൽ മറ്റൊരു നിലത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയോ അല്ല. അതിന്റെ ഏറ്റവും വലിയ ഒരു സൂചന എന്താ? സയ്യിദുൽ ഖൗമി ഖാദിമുഹും. ലീഡർഷിപ്പിലെ മർമ്മപ്രധാനമായ വർക്കിംഗ് ഏരിയ ഖിദ്മത്താണ്. ഖിദ്മത്താണ് വർക്കിംഗ് ഏരിയ. നേതാവ് ഖിദ്മത്ത് ചെയ്യിപ്പിക്കുന്ന ആളല്ല. ഇറങ്ങുമ്പോൾ ചെരുപ്പി കൊണ്ട് എടുത്തു വെച്ചാൽ ഇതൊരു നേതാവിന് ഒരിക്കലും ഉണ്ടാകുക. പക്ഷേ മറ്റൊരാൾ സേവനം ചെയ്യുമ്പോൾ സേവനത്തെ ഇൻസൾട്ട് ചെയ്യരുത്. ഒരാൾ നമ്മളെ ബഹുമാനിച്ചു, ബഹുമാനം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നാം നാക്കിസാണ്. ഞാനൊരു ക്ലാസ് റൂം പോകുമ്പോൾ കുട്ടികൾക്കൊന്നും ഒരു ബഹുമാനമില്ല, എനിക്ക് ടെൻഷനാകും. എന്നാൽ അന മരീൽ ഫി ഖൽബി മറദുൻ. പക്ഷേ എന്റെ ക്ലാസ്സിലുള്ളൊരു കുട്ടി എഴുന്നേറ്റ് നിൽക്കണമെന്ന് പഠിപ്പിക്കാൻ എനിക്ക് പറ്റണം. അതായത് അവരെഴുന്നേറ്റ് നിൽക്കൽ എന്റെ ആവശ്യമാകരുത്, അവരെഴുന്നേറ്റ് നിൽക്കണമെന്ന് പഠിപ്പിക്കാൻ എനിക്ക് പറ്റണം. ഇതാണ് ഇവിടുത്തെ സംഘബോധത്തിലെ മർമ്മപ്രധാനമായ സമീപന രീതി. ഇപ്പൊ ഈ സദസ്സിൽ ഉദാഹരണത്തിന് രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാണ് സങ്കല്പിക്കുക, ഇല്ലാത്തൊരു സംഭവമാണ്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യരുത്? അങ്ങനെ ഒരു സദസ്സിനെ ലീഡ് ചെയ്യരുത്. അതിന്റെ അർത്ഥം ഒന്നുകിൽ എന്റെ പ്രസന്റേഷൻ റെഡിയല്ല, ഞാൻ അവതരിപ്പിക്കുന്ന വിഷയത്തിൽ എവിടെയോ സംതിങ് റോങ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു സാധ്യതയാണ്
അദ്ദേഹം ഈ സദസ്സിന്റെ മാനേഴ്സ് അറിയാത്ത ഒരാളാണ്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഒന്നാമത് പരിശ്രമിക്കേണ്ടത് ഒരു 10 മിനിറ്റെങ്കിലും ടാസ്ക് എടുക്കണം. ആ ടാസ്ക് എന്താ? ഒന്നും കൂടി കളർഫുൾ ആക്കാൻ വേണ്ടി, ഒന്നും കൂടി മൈൻഡ്ഫുൾനെസ്, ഹുദൂറുൽ ഖൽബോടുകൂടെ ഈ വിഷയം അവതരിപ്പിക്കണം. എന്നിട്ടും ശരിയാകുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ശ്രദ്ധിക്കണം, ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുകയും കൂടി വേണം. ഈ 100 ഇത്രയുമുള്ള മെമ്പർഷിപ്പ് ഇതിലുള്ള സദസ്സ് ഒരു 100 ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഈ 100 ആളിൽ 2 ആൾക്ക് വേണ്ടി ബാക്കി 98 ആളെ സമയം കളയാൻ പറ്റുമോ? പറ്റൂല. അതേ സമയത്ത് എന്റെ ലീഡർഷിപ്പ് ഇവിടെ സുബൂത്താണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത്, എന്റെ ശിഷ്യരോ അങ്ങനത്തെ ഒരു ഖദറിലുള്ളവരാണെങ്കിൽ ഞാൻ അവരെ നോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരൊന്ന് വിളിക്കും. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവരെ വിളിച്ചിട്ട് ചോദിക്കും, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറയുക? ഈ സദസ്സിലിരിക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പോസിറ്റീവ് ലാംഗ്വേജിന്റെ പ്രത്യേകത ഡോൺ ഡു അല്ല പറയേണ്ടത്, എന്ത് ചെയ്യണമെന്ന് പറയണം. എന്ത് ചെയ്യരുത് എന്നല്ല പറയേണ്ടത്, എന്ത് ചെയ്യണം. അപ്പൊ അവിടെ ഞാൻ എന്തല്ല പറയേണ്ടത്? സദസ്സിൽ ഇരുന്നാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കല്ല വേണ്ടത് എന്ന് പറയുന്നതിന് പകരം സദസ്സിൽ നിന്ന് എന്ത് ചെയ്യണം, പരസ്പരം എന്ത് ചെയ്യണം, സദസ്സിൽ എന്ത് ചെയ്യണം എന്ന് പറയണം. ഇതാണ് സംഘബോധത്തിലെ സമീപന രീതിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇവിടെ സംഘബോധത്തെ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ സമുദ്ധരിക്കുന്ന ഒന്നാണ് വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ അലാ തഫറഖു. വഅതസിമു ബിഹബ്ലില്ലാഹ്. ഒരു ഏകതാബോധം എന്നത് എപ്പോഴും നേതൃത്വത്തിന് വളരെ പ്രധാനമാണ്. ഒരു മദ്രസയിൽ പോവുകയാണെന്ന് സങ്കല്പിക്കുക. മദ്രസയിൽ എപ്പോഴും ഒരു നേതൃത്വം കൊടുക്കുന്ന സദറുസ്താദ് ഒരു ഏകതാബോധം ഉണ്ടാക്കണം. നമ്മുടെ മദ്രസ ഇത് ഒരു നേതാവ് എപ്പോഴും ഉണ്ടാക്കണം. അതുപോലെ ഒരു റേഞ്ച് ആകുന്ന സമയത്ത് ആ റേഞ്ചിലും നമ്മൾ ഇതുപോലെ ഒരു ഏകതാബോധം ഉണ്ടാക്കണം. നമ്മുടെ ഇന്ന റേഞ്ച്, അതോടൊപ്പം തന്നെ അവരുടെ അപ്ലൈനിലുള്ള ഒരു ഏകതാബോധവും കൂടി അതോടൊന്നിച്ചുണ്ടാക്കണം. അതിന്റെ ശൈലിയാണ് നിങ്ങൾ ഇസ്ലാം നോക്ക്. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഈ ഇബാദില്ലാഹി സ്വാലിഹീൻ ആരാ? മിൻ ആദം ഇല ആഖിരി ഇബ്നി ആദം. അതാണ് ഏകതാബോധം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിൽക്ക് മുറിയോ? ഇല്ല. ഇതാണ് ഏകതാബോധം എന്ന് പറയുന്ന ഒരു സാധ്യത. ഐക്യബോധം, ഏകതാബോധം, നാം ഒന്ന് എന്ന ബോധം അത് ഉൾക്കൊള്ളുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്യണം. ഇവിടെ ഉദ്ദേശിക്കേണ്ട മറ്റൊന്നാണ് വിമർശന സംസ്കാരം. വിമർശിക്കണം, പക്ഷെ വിമർശിക്കുമ്പോൾ വിമർശന സംസ്കാരം ഉൾക്കൊള്ളണം. മറ്റൊരാളെ ഇകഴ്ത്തിയാലാണ് വിമർശനമാകൂ എന്ന ചിന്ത മാറ്റണം. മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്താലാണ് വിമർശനമാവുക എന്ന തോന്നലുണ്ടെങ്കിൽ അത് മാറ്റണം. ആശയം പറഞ്ഞ് വിമർശിക്കാനുള്ള പ്രാപ്തി നേടണം. അത് മാക്സിമം ലെവലിൽ ഉണ്ടാകണം. ഹത്താ അൽ ബിദ്അ. ഒരു ബിദ്അയെ പോലും നാം ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ബിദ്അയെ പരിഗണിക്കാമെന്നോ ബിദ്അത്ത് എവിടെയെങ്കിലും കുറച്ചൊക്കെ കുഴപ്പമില്ല എന്ന് ചിന്തിക്കാമെന്നോ തെറ്റിദ്ധരിക്കൂല എന്ന് എനിക്കറിയാം. മറിച്ച് ഒരു ബിദ്അ നമ്മുടെ മറുവശത്തുണ്ടാകുമ്പോൾ അവൻ ഭയങ്കര സാഹിത്യം പറയാ, മറുവശത്തുള്ള ഒരു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ദീനിന്റെ കണ്ണിമുറിയാത്ത അതിന്റെ പിന്തുടർച്ചക്കാരനായ ഒരു ഖതീബ്, ഒരു പ്രഭാഷകൻ, അദ്ദേഹം വളരെ മുഖാത്തുബിന് മുസ്തമിഅന് മറപ്പ് തോന്നിക്കുന്ന ആക്ഷേപങ്ങൾ ഉന്നയിക്കുക. അപ്പൊ ആർക്ക് റേഞ്ച് കൂടും? ബിദ്അയ്ക്ക് റേഞ്ച് കൂടും. അങ്ങനെ ചെയ്യരുത്. സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കി വിമർശന സംസ്കാരം ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ മദ്രസ സംവിധാനത്തിൽ നാം കുട്ടികളെ സമുദ്ധരിക്കുമ്പോഴും അതല്ല നാം നമ്മുടെ ടീം ഉസ്താദുമാരെ ഡെവലപ്പ് ചെയ്യുമ്പോഴെല്ലാം ഈ വിഷയം വളരെ പ്രധാനമാണ്. ഏത് തലത്തിലേക്ക് പോവുകയാണെങ്കിലും ഈ വിമർശന സംസ്കാരം വളരെ പ്രധാനമാണ്. അതിൽ ഈ സംഘബോധം എന്നത് മർമ്മമായി ഉൾക്കൊള്ളുകയും വേണം. അതായത് നമ്മുടെ മദ്രസ, നമ്മുടെ ഈ ബോർഡ്, നമ്മുടെ ശൃംഖല, നമ്മുടെ പണ്ഡിതന്മാർ ഇതിനെയൊക്കെ ഒരു ഏകതാബോധത്തിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിക്കാനും അതിലേക്ക് കൊണ്ടുവരാനും നമുക്ക് പറ്റണം.
നമ്മുടെ മദ്രസയിൽ ഒരു മാസം പഠിച്ചൊരു വിദ്യാർത്ഥി നമ്മുടെ സംഘടനയെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, മദ്രസയെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, ഉസ്താദുമാരെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമ്മളിൽ തിരുത്തൽ അനിവാര്യമാണ്. ഒരു മാസം നമ്മളെ കണ്ടിട്ട് നമ്മളെ കാണണം, നമ്മളെപ്പോലെയാകണം, നമ്മളെ റൂട്ടിലാകണം എന്നൊരു കുട്ടിക്ക് തോന്നുന്നില്ലെങ്കിൽ അവിടെ വലിയൊരു മിസ്റ്റേക്കിന് സാധ്യതയുണ്ട്. നേതൃത്വ ഗുണങ്ങളിൽ ഉണ്ടാകേണ്ട ഒരിക്കലും അവഗണിക്കാവതല്ലാത്ത വലിയൊരു വിഷയത്തിൽ അപാകത സംഭവിച്ചിരിക്കുന്നു. ചിലപ്പോഴൊക്കെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, ഇതിനെന്താ പരിഹാരം? ഞാൻ ആദ്യം പറഞ്ഞ ബസ്തുൽ വജ്ഹാണ് ഒന്ന്. ആദ്യം പറഞ്ഞ ബസ്തുൽ വജ്ഹാണ് ഒന്നാമത്തേത്. രണ്ടാമത്തത് തബസ്സും, മൂന്നാമത്തത് സലാം ബി ഔസാഫിഹി. സലാം ഓക്കെ, പക്ഷെ അതെന്താകണം? ബി ഔസാഫിഹി, അതിന്റെ വിശേഷണങ്ങളോടുകൂടെ പറയാൻ പറ്റണം. എങ്കിൽ തീർച്ചയായും നമുക്ക് ആ നേട്ടങ്ങൾ നേടാൻ കഴിയും. ഇതാണ് പ്രധാനം. ഇനി ഞാൻ അധികം നീട്ടിക്കൊണ്ടുപോകാതെ ചുരുക്കണം എന്നാഗ്രഹിക്കുന്നു. ദിശാബോധം. ദിശാബോധം എന്ന് പറഞ്ഞാൽ ഒരു നേതാവിന് കൃത്യമായി പ്ലാൻ ഉണ്ടാകണം. പ്ലാൻ എവിടെ നിന്നാണ് ഞാൻ തുടങ്ങാനുള്ളത്, എവിടം വരെ പോകണം എന്ന ദിശാബോധം ഉണ്ടാകണം. ചെറിയൊരു ശബ്ദം ഉണ്ടാകുമ്പോഴേക്ക് നമ്മുടെ അറ്റൻഷൻ പതറരുത്. ദിശാബോധമുള്ള ഒരാൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യരുത്, ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. പ്രശ്നങ്ങൾ അതിന്റെ വഴിക്ക് അങ്ങനെ പോകും, നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകും. പ്രശ്നം അതിന്റെ വഴിക്കാണ്, നാം നമ്മുടെ ലക്ഷ്യത്തിലേക്കാണ്. നമ്മുടെ നേതൃത്വത്തിലൂടെ നമ്മൾ കൊണ്ടുപോകുന്ന ദിശ, ആ ദിശ റെഡിയാകുന്നുണ്ടോ ഇല്ലേ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കേരളീയ മുസ്ലിം ജനസംഖ്യയുടെ ഒരു 0.01 പോലും മദ്രസയിൽ എത്തിപ്പെടാത്തതില്ല. പറയുന്ന പോയിന്റ് നന്നായിട്ട് ശ്രദ്ധിക്കുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളീയ മുസ്ലിം ജനസംഖ്യയുടെ ഒരു 0.01 പോലും പെർസെന്റേജ് മദ്രസയിൽ എത്തിപ്പെടാത്ത മുസ്ലിം ജനസംഖ്യ ഇല്ല എന്നതാണ് ശരി. പക്ഷേ നമ്മുടെ മദ്രസയിലൂടെ വന്ന ഈ ജനസംഖ്യയിലെ, ഈ ജനസമൂഹത്തിലെ, മുസ്ലിം ബഹുജന സമൂഹത്തിലെ ജീവിതത്തിൽ പൊതുവിൽ കാണുന്ന ആചാരങ്ങളിൽ നമുക്കെവിടെയാ ഇടപെടാൻ പറ്റിയത്? മുസ്ലിം ബഹുജനത്തിന്റെ വീടുകളിൽ നടക്കുന്ന വിവാഹം, നിക്കാഹ് എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവരുടെ ജീവിതത്തിന്റെ അർദ്ധഭാഗമാണ്, അതില്ലെങ്കിൽ അതിന് മേലെയാണ്. പക്ഷേ ആ ഒരു വിവാഹം പോലും ഇസ്ലാമികമാണ് എന്ന് പറയാൻ പറ്റുന്നിടത്തേക്ക് എത്തിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പ്രാക്ടിക്കൽ ആണെങ്കിൽ തീർച്ചയായും സാധിക്കും. സ്ഥാപനത്തിൽ എത്തുന്നത് ഒരു തല്ല് പേടിച്ചിട്ടല്ല, ഉസ്താദിന്റെ ഇഷ്ടം ആണ് ഞങ്ങളുടെ മാറ്റർ. അതുപോലെ കിതാബ് മുത്താല ചെയ്യുന്നിടത്ത് അന്ന് വായിച്ചോതാന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. ഈ വായിച്ചോതി കൊടുക്കുന്നത് പോലെയുള്ള വിഷയങ്ങളിലെ സജീവത, ഇതിലാരെയും പേടിച്ചിട്ടോ ഒരു തല്ല് കൊണ്ടിട്ടോ തല്ല് കൊള്ളൂ എന്നുള്ള പേടി കൊണ്ടോ അല്ല അതിൽ സജീവമാകാറുള്ളത്. ആകെയുള്ള മാറ്റർ ഉസ്താദിന്റെ കൽബിൽ ഇഷ്ടപ്പെടണം. ഇങ്ങനെ എന്ത് മേഖലയിലും ഉസ്താദിന് ഇഷ്ടക്കേടാവുക, ഉസ്താദിന് എവിടെയെങ്കിലും ഒരു പ്രയാസമാവുക. ഞാൻ ഓർക്കുകയാണ്, തഫ്സീർ കിതാബ് ഓതുന്ന സമയത്ത് ഞങ്ങൾ കൂടുന്ന ഒരു സദസ്സ്, ഒരു ബാച്ചിൽ സൂറത്തു തൗബ ഇങ്ങനെ ഉസ്താദ് തഫ്സീർ ഓതി കൊടുക്കുമ്പോൾ ഉസ്താദിന്റെ ബയാൻ, അത് വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചാൽ തീരാത്ത വല്ലാത്തൊരു ബയാനാണ്. ആ ബയാന് കേട്ടാൽ നമ്മുടെ ശരീരവും മനസ്സും ആകെ ഇങ്ങോട്ടങ്ങ് എടുത്തു പിടിക്കുന്ന ബയാൻ. അതിൽ സുന്നത്തിയമായതിന്റെ അതിന്റെ പരിശുദ്ധി, അതൊക്കെ ഇങ്ങനെ എന്നും കൽബിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കും. ആ ബയാന് കേട്ടാൽ അള്ളാഹു നല്ല ആഫിയത്തും ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഈ തഫ്സീറിന്റെ പല ആയത്തുകൾ ഓതി ഇങ്ങനെ പോരുമ്പോ എപ്പോഴും ഉസ്താദ് പറയും, ഇത് ഹിഫ്ളാക്കണം, ഇത് ഹിഫ്ളാക്കണം. കുറച്ച് അങ്ങോട്ടെത്തിയപ്പോൾ ഉസ്താദ് പറഞ്ഞു, സൂറത്തു തൗബ മുഴുവനും ഹിഫ്ളാക്കണം, സമ്മാനം തരുമെന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ മനസ്സിലാക്കി എനിക്ക് ഹിഫുള്ളാക്കാൻ തീരെ പറ്റൂല എന്നാണ് എൻ്റെ ഒരു ധാരണ. കുറവാണ്, അതിനുള്ള കഴിവ് കുറവാണെന്നായിരുന്നു എൻ്റെ ധാരണ. അപ്പൊ അസുല സബക്കാരോടല്ലേ ഉസ്താദ് പറയുന്നത്, അത് ഉസ്താദ് അവരെ ആയിരിക്കുമല്ലോ പരിഗണിക്കുക എന്നുള്ള നിലക്ക് ഞാനും അങ്ങനെ കഴിയൂലല്ലോ, പിന്നെ ആ വേഗത അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ കുറച്ച് മുന്നോട്ടെത്തിയപ്പോ ഉസ്താദ് ചോദിച്ചു ആരൊക്കെയാ ഹിഫുള്ളാക്കിയത്? അസുല സബക്കാർ ആരും ഒന്നും പറഞ്ഞില്ല. ബാക്കിൽ നോക്കുമ്പോഴും ആരും ഇല്ല. അപ്പൊ ഉസ്താദിന്റെ മുഖത്ത് ചെറിയൊരു വാട്ടം, ഒന്നും പറഞ്ഞൊന്നുമില്ല, ചെറിയൊരു വാട്ടം. അത് വല്ലാതെ വേദന ഉണ്ടാക്കി. അന്ന് തീരുമാനിച്ചു ഹിഫുള്ളാക്കും. 20 ദിവസം കൊണ്ട് 21 പേജ്. നിങ്ങൾ ഹിഫുള്ളാക്കിയില്ലേ ഫുർസ? അല്ലേ? ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങളൊരു കുറച്ചു പേര്, ഞാൻ അന്ന് ഹിഫുള്ളാക്കാൻ റാസി എടുത്തിട്ട് ഓരോ ആയത്തിന്റെയും കണക്ഷൻ നോക്കി മനസ്സിലാക്കി 20 ദിവസം കൊണ്ട് 21 പേജ് ഹിഫുള്ളാക്കിയിട്ട് ഓതിക്കൊടുത്തു. 500 രൂപ സമ്മാനം കിട്ടി. ഇത് കഴിഞ്ഞു പോയ ഞാൻ പിന്നീട് അധ്യാപന രംഗത്ത് വരുമ്പോ ഇതുപോലൊരു സംഗതി കാണുന്നില്ല. ഉസ്താദുമാരെ ഇഷ്ടപ്പെട്ടിട്ട് അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ആകണം, ഇങ്ങനെ ആകണം ചിന്തിക്കുന്നതിന്റെ ആ ഒരു തിളക്കമുള്ള പിന്തുടർച്ച കാണുന്നില്ല. അപ്പൊ വലിയ വേദന തോന്നി. ഒരു 12 വർഷത്തോളം നിരന്തരം എൻ്റെ അന്വേഷണ പഠനമായിരുന്നു ഇത്. നിരന്തരം വായിക്കാത്ത പുസ്തകങ്ങളില്ല. അറിയപ്പെട്ട മിക്കവാറും പുസ്തകങ്ങളെല്ലാം ഈ മേഖലയിലുള്ളത് ക്യാഷ് കൊടുത്ത് വാങ്ങി വായിക്കാറുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ ക്യാഷ് ചെലവഴിച്ചിട്ടുണ്ടാകുക പുസ്തകം വാങ്ങാനാണ്. പക്ഷേ വിഷയത്തിന് പരിഹാരമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാ ട്രെയിനിങ്ങുകൾക്കും, ഒരു ഭാഗത്ത് മാനേജരാകാനും അങ്ങനെ ഒരു ഖിദ്മത്ത് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോഴെല്ലാം അധ്യാപകരുടെ ട്രെയിനിങ്ങുകളൊന്നും വിട്ടുപോകാതെ ഞാൻ പങ്കെടുക്കാറുണ്ട്. അതും ആദ്യാവസാനം മാക്സിമം പങ്കെടുക്കും, മാക്സിമം എല്ലാം കുറിച്ചെടുക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പറഞ്ഞ വിഷയത്തിന് പരിഹാരം കാണാതായ ഒരു സമയമുണ്ട്. അപ്പോഴാണ് ഒരു മാനേജേഴ്സ് കൗൺസിലിൽ വെച്ച് നമ്മളെ പ്രീ സ്കൂൾ കരിക്കുലത്തിന്റെ ഒരു ചുമതല കിട്ടുന്നത്. അങ്ങനെ ആ സമയത്താണ് ഞാനൊരു വിഷയം ശ്രദ്ധിക്കുന്നത്. എന്താണ്? നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളിൽ ശിക്ഷ ആവശ്യമില്ലാതെ, ഭീഷണി ആവശ്യമില്ലാതെ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഇംപ്ലിമെന്റേഷൻ നടന്നാലാണ് ഇത് മൊത്തത്തിൽ വിജയിക്കുള്ളൂ. അത് എവിടെ വിജയിച്ചിട്ടുണ്ടെന്നറിയോ? പുല്ലൂക്കർ ഉസ്താദിന്റെ ദർസിൽ അത് വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ശിഷ്യന്മാരുടെ ആ നേതൃത്വത്തിൽ നടക്കുന്ന മൂവിങ്ങിൽ അത് വളരെ ക്ലിയറാണ്. അപ്പോഴാണ് ഞാൻ ഈ ഒരു വിഷയം, ഇത് ഡിസൈൻ ചെയ്താൽ, നമ്മളിപ്പോ ഒരു സ്ഥാപനം ഉണ്ടാക്കിയത് എന്തിനാ? ഈ ലക്ഷ്യത്തിനാണ്. ഈ സ്ഥാപനം ഉണ്ടാക്കുന്നത് പോലെ പ്രധാനമാണ് പലപ്പോഴും ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു സ്ഥാപനത്തിന്റെ ബിൽഡിങ്ങോ അതിന്റെ സ്ഥലമോ ഒക്കെ ചെറിയൊരു സ്ഥാപനമാണെങ്കിൽ പോലും കോടികളുടെ ആസ്തി ഉണ്ടാവും. പക്ഷേ ആ സ്ഥാപനത്തിന്റെ പ്ലാനിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് ചെലവഴിച്ചു നോക്കിയാൽ ഒരു സിഫർ ഉണ്ടാവും, ഒരു സീറോ ഉണ്ടാവും. ഇതൊരു പിശകാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പിശക് എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് അർത്ഥത്തിലല്ല, അഥവാ വിജയങ്ങളുടെ പാതയിൽ നാം തിരുത്തേണ്ട ഒരു ഏരിയയാണെന്ന് എനിക്ക് തോന്നി. സ്ഥാപനങ്ങളെല്ലാം വിജയമാണ്. ആ വിജയത്തിന്റെ പാതയിലുള്ള മുന്നോട്ടുള്ള പാത ഇനിയും മറ്റൊന്നാണ് എന്ന് മനസ്സിലായപ്പോഴാണ് അതിനുവേണ്ടി ഞാൻ ഇതുപോലെ സമയം ചെലവഴിച്ചത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളോട് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങൾ വേറെ അർത്ഥത്തിലല്ല, നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന നിലയിൽ ഷെയർ ചെയ്യുന്നു. നമുക്ക് ഇങ്ങനൊരു ഡിസൈനിങ് ഉണ്ടായാൽ, ഈ പറയപ്പെട്ട ബ്ലാങ്കുകളിൽ നിന്നൊരു പരിശീലനം ഉണ്ടായാൽ, ഇന്ന് ഞാൻ ഈ ബഹുമാന്യരായ ഉസ്താദുമാരുടെ മുമ്പിൽ എൻ്റെ ഒരു തബ്ലീഗ് എന്ന രീതിയിൽ ഞാൻ പറയുന്നു, ഒരു മദ്രസയിൽ ഒരു വിദ്യാർത്ഥി വന്നാൽ ആ വിദ്യാർത്ഥിയുടെ വീട് എങ്ങനെയാകണമെന്ന് തീരുമാനിക്കാൻ മദ്രസയിൽ നിന്ന് നമുക്ക് സാധിക്കും. അത് 80% മേൽപോട്ട് താഴെ വരില്ല, സാധിക്കും. ഇപ്പൊ ഞാൻ പറയുന്നു, മദ്രസയിൽ വരുന്ന വിദ്യാർത്ഥികളിൽ ഇപ്പൊ നമുക്ക് സമയപ്രശ്നമുണ്ട്. ആ സമയപ്രശ്നം ഉണ്ടായിരിക്കെ ഇനിയും നമുക്ക് സമയത്തിൽ നഷ്ടം വന്നാൽ പോലും മദ്രസയിൽ വരുന്ന ഓരോ വിദ്യാർത്ഥിയിലും അക്കാദമിക്കലി ഞാൻ ഉദ്ദേശിക്കുന്നത് മദ്രസയിലെ പരീക്ഷാ ലെവലിലുള്ള വിജയവും അതോടൊപ്പം ആ വിദ്യാർത്ഥിയുടെ നിത്യജീവിതത്തിലെ സ്വഭാവത്തിലും ആരാധനയിലും പെരുമാറ്റങ്ങളിലും പ്ലസ് ചെറിയ ഒരു പരിശീലനം കൂടി എക്സ്ട്രാ ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ ഭൗതിക പഠനത്തിലും
അവർക്ക് ഉന്നത പദവികൾ നേടിക്കൊടുക്കാൻ നിലവിലുള്ള മദ്രസകൾ കൊണ്ട് സാധിക്കും. ഇത് നിങ്ങളുടെ മുമ്പിൽ ഒരു തബ്ലീഗിന് വേണ്ടി ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ആ അവസരം നിങ്ങൾക്ക് ഒരർത്ഥത്തിൽ വേണമെങ്കിൽ ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് കൂടി പറയാൻ ചാൻസ് ഉണ്ട്. ഞാൻ അങ്ങനെ പറയും. ഇതൊരു സത്യമാണ്. ഭീമമായ തുകകൾ ചെലവിട്ടിട്ട് കൂടിയാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. എന്റെ ഈ ശബ്ദം കേട്ട നിങ്ങളിൽ ഓരോരുത്തരും ഈ വിഷയം അറിയാനും അത് ഏറ്റെടുക്കാനും ഉത്തരവാദിത്വമുള്ളവരാണെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ പലപ്പോഴും കണക്ക് കൂട്ടുമ്പോൾ 1 കോടിയുടെ മേലെ ഒരുപക്ഷെ ചെലവിട്ടിട്ടുണ്ടാകാം. ആ സമയത്ത് എൻ്റെ ഏക പ്രതീക്ഷ ഇതെവിടെ വരണം, മതപ്രബോധന രംഗത്തും മതപ്രചരണ രംഗത്തെ സ്ഥാപനങ്ങളിലും ഇത് കൊണ്ടുവരാൻ കഴിയണം. അങ്ങനെ കഴിയുമെന്ന പ്രതീക്ഷയുള്ളതോടൊപ്പം ഞാൻ പറയുന്നു, തീർച്ചയായും ഈ നേതൃഗുണങ്ങൾ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകുന്നിടത്ത് ചില പരിശീലനങ്ങൾക്ക് വിധേയമായാൽ, ഈ പരിശീലനം ട്രെയിനിങ് എന്നതും വലിയൊരു മിഥ്യയാണ്. പലപ്പോഴും ജാമിദായ തഖ്ലീദ് നടക്കാറുണ്ട് പലയിടത്തും. എന്താണ് ട്രെയിനിങ്ങിന്റെ ഡെഫിനിഷൻ? ഒരു നീന്തൽ പരിശീലിപ്പിക്കുക. എന്താ നീന്തൽ പരിശീലിപ്പിക്കുന്നതിന്റെ ഡെഫിനിഷൻ എന്താ? ഈ പരിശീലകൻ പരിശീലിക്കാൻ വരുന്ന ട്രെയിനി പരിശീലിക്കാൻ വരുന്ന വ്യക്തി, അയാളെ ഏത് വിഷയമാണോ പരിശീലിപ്പിക്കുന്നത് ആ വിഷയം ഹാസിലാകുന്നത് വരെ, അതയാൾക്ക് ലഭ്യമാകുന്നത് വരെ നടത്തുന്ന ഇജ്റാഅത്താണ്, ഇന്തിഖാലാത്താണ്, പ്രോസസ്സാണ് ശരിക്കും ട്രെയിനിങ്. അതെവിടെയുണ്ട്? ഞാൻ ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, എഴുതിയെടുക്കുന്നു, പോകുന്നു. ഹാസിലായോ? ഇവിടെയാണ് പരിശീലനത്തിന്റെ അനിവാര്യത. ഞാൻ പറയുന്നു, പലപ്പോഴും ഞാൻ ഫീസൊക്കെ വാങ്ങാറുണ്ട്. കാരണം എനിക്കിപ്പോ ജോലിക്ക് പോയി നിന്നാൽ ഈ പരിപാടി ഒന്നും നടക്കൂലല്ലോ. അതുകൊണ്ട് ഇതിൻ്റെതായ ഉത്തരവാദിത്വത്തോടു കൂടെ അങ്ങനെ ഒരു ഫീസൊക്കെ വാങ്ങുന്ന സമയത്ത് ക്യാഷ് ബാക്ക് ഗ്യാരണ്ടിയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിലും ധൈര്യസമേതം പറയുന്നു, നിങ്ങളൊരു മോഡലിന് ഒരു മദ്രസ എടുക്കാൻ സന്നദ്ധമാണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ആ മദ്രസയിൽ വരുന്ന വിദ്യാർത്ഥികളെ മുഴുവനും അസസ് ചെയ്ത് ഈ പറയുന്നത് പോലെ അവരുടെ നിത്യജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകും, പെരുമാറ്റം ഉണ്ടാകും, ഇബാദത്ത് ഉണ്ടാകും, സ്കില്ലുകൾ ഉണ്ടാകും, അവർ പരീക്ഷയിൽ വിജയിക്കും. സമയം ഇത് തന്നെ മതി. പക്ഷേ ഉസ്താദുമാർക്ക് പണിയുണ്ട്. പണി എന്ന് പറഞ്ഞാൽ ഇന്നെടുക്കുന്ന അധ്വാനം കുറയേ ഉള്ളൂ, കൂടൂല. ഇന്നെടുക്കുന്ന അത്ര അധ്വാനം കൂടൂല, അധ്വാനം വരൂല, അധ്വാനം കുറയേ ഉള്ളൂ. പക്ഷേ അവർക്ക് മറ്റ് ചില അഡീഷണൽ വർക്കുകൾ, വളരെ എളുപ്പം ചെയ്യാവുന്നതും ആസ്വദിച്ച് ചെയ്യാവുന്നതുമായ വർക്കുകൾ ഉണ്ടാകും. ആ വർക്കുകളുടെ അടിസ്ഥാനത്തിൽ നിരന്തരം പരിശീലനങ്ങൾക്ക് വിധേയമാണെങ്കിൽ തീർച്ചയായും അവർക്ക് പറഞ്ഞതുപോലെ നേട്ടമുണ്ടാക്കിയെടുക്കാൻ കഴിയും. ഞാൻ ആ ഭാഗത്തുനിന്ന് വിരമിക്കുന്നു. ഞാൻ നേതൃഗുണത്തെ പറ്റി പറഞ്ഞപ്പോൾ അത് പറയേണ്ടത് കൊണ്ട് കൂടി പറഞ്ഞതാണ്. ശരിക്കും നേതൃഗുണം എന്നത് പരിശീലനങ്ങൾക്കാണ് വിധേയമാകുന്നത്. ഗസാലി ഇമാമിന്റെ അടുക്കൽ ദീർഘകാലം പഠിച്ച വലിയൊരു സ്വാലിഹായ വലിയൊരു പണ്ഡിതൻ, ആ പണ്ഡിതനാണ് നബി ഗസാലി ഇമാമിന്റെ ഉപദേശം എഴുതി വാങ്ങുന്നത്. എന്തിന്? അയ്യുഹൽ വലത് എന്നതിലെ ട്രെയിനിങ് ഗൈഡാണത്. ലഭിച്ച ട്രെയിനിങ്ങിന് ഗൈഡാണ് ശരിക്കും അയ്യുഹൽ വലത്. ഞാൻ ഏലംകുൾ ഉസ്താദിന്റെ അടുത്തുനിന്ന് ഈ വിഷയം ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞു, തൊബയിൽ വരാത്ത മത്തുബുആത്ത മറ്റൊരു കിതാബ് കൂടിയുണ്ട്. അതേ പേര്, അതേ സമാനമായ മറ്റൊരു പദമുള്ള മറ്റൊരു ഗ്രന്ഥം കൂടി പ്രിന്റഡ് ആയിട്ടില്ല. പക്ഷെ ഇത് ഗസാലി ഇമാമിന്റേതുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞത് ട്രെയിനിങ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതലേ കൊണ്ടുവന്നൊരു ശൈലിയാണ്. എങ്ങനെ? ഈ ട്രെയിനിക്ക് വിഷയം ഹാസിലാകുന്നത് വരെ തുടരുന്ന പ്രോസസ് എന്ന അർത്ഥത്തിൽ അത് നേരത്തെ ഉള്ളതാണ്. പക്ഷെ ഇന്ന് പലപ്പോഴും അതൊരു ജാമിദായ വിഷയമായി മാറി. തഖ്ലീദ് അങ്ങനെ ജാമിദായിട്ട് ഒരു തസറുഫും ഇല്ലാതെ പോകുന്നത്, അത് ട്രെയിനിങ് അല്ല എന്നാണ് എൻ്റെ വിശ്വാസവും എൻ്റെ കാഴ്ചപ്പാടും. എന്ന് പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അറിവ് ഒരു നേതൃഗുണമാണ്. അറിവ് എന്നത് ഈ മേഖലയിൽ ഹയാത്തുള്ളതുകൊണ്ട്
അതേ സമയത്ത് ഒരു ജമൂദാകുന്ന ഉറച്ചു നിൽക്കുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ കുറെ മാലൂമാത്തുകൾ പഠിക്കുന്നു, അത് ഡെഡ് ബോഡിയാണ്. മറിച്ച് ഈ അറിവുകൾ മുത്തസറിഫാകുമ്പോഴാണ് അതിന് ഹയാത്ത് ഉണ്ടാകുന്നത്. അതിനെന്തു വേണം? ഓരോ കാലഘട്ടത്തിലും അതിലെ പുതിയ സാധ്യതകളെ നമ്മൾ ഉപയോഗിക്കണം. പ്രത്യേകിച്ച് പുതിയ കാലത്തെക്കുറിച്ച് നമ്മൾ പറയാ അൽഫ ജനറേഷൻ എന്നാ പറയാ. ഈ അൽഫ ജനറേഷൻ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ മക്കൾക്ക് എന്തൊക്കെയോ ന്യൂനത ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ അതൊരു തോറ്റ പരിപാടിയാണ്. അതൊരു തോറ്റ പരിപാടിയാണ്. നമ്മൾ സാധാരണ പറയാണ്ട് തല്ലുകൂടിയാല് നിന്നോട് ഞാനില്ല, ഇനി അങ്ങനെ തോന്നല്ലേ എന്ന് പറയാം. ആ പരിപാടി അതിന് ലേബലിംഗ് എന്നാണ് സൈക്കോളജിയിൽ പറയാൻ. ശരിക്കും അൽഫ ജനറേഷന് എന്താ കുഴപ്പം? നമ്മൾ പറയും ഇവരെല്ലാം ഡിവൈസിന്റെ ആളാണ്. ഡിവൈസിന് എവിടെയാ കുഴപ്പം? ഇന്ന് ഇവിടെ വരണം, ഇവിടെ വന്നിട്ട് 2 മണിക്കൂർ നേരം ഈ വിഷയം അവതരിപ്പിക്കണം. എനിക്ക് ബഹുമാനപ്പെട്ട ജലീൽ ഉസ്താദ് ഒരു സബ്ജക്റ്റ് അയച്ചു തന്നു, അതിന്റെ ഹിൻസ് അയച്ചു തന്നു. ഈ ഹിൻസിൽ കുറെ ദലായിലുകളോട് നോക്കി ചേർക്കണം. നേരത്തെ ആണെങ്കിൽ പലപ്പോഴും ഞാൻ മുഅ്ജമുൽ മുഫരിസ് എടുക്കും, എന്നിട്ട് അതിലെ അൽഫാദുകൾ നോക്കും. ആ അൽഫാദുകളിൽ ഏതൊക്കെ ആയത്തുകൾ ഉണ്ടെന്ന് നോക്കും. ആ ആയത്ത് മാനവിയായി ഈ വിഷയത്തോട് എത്ര യോജിക്കുന്നത് നോക്കും. എന്നിട്ട് അതിന്റെ തഫ്സീർ നോക്കണം. ഇന്ന് ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ സബ്ജക്റ്റ് അങ്ങനെ തന്നെ ഞാൻ ഡീപ് സീക്കിലോ ChatGPT-യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസോഴ്സിലേക്ക് പോയതിനു ശേഷം അതിൽ ഞാൻ സെർച്ച് ചെയ്യുന്നു ഏതൊക്കെ ഖുർആൻ ആയത്താണ് ഇതിനോട് യോജിക്കുന്നതുള്ളത്, എത്ര ആയത്തുണ്ട്, എത്ര ഹദീസുകൾ ലഭ്യമാണ്, ഏതൊക്കെ മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ഇതിനു പറ്റിയ ഇതിനോട് അനുയോജ്യമായ ഉദ്ധരണികളുണ്ട് ചോദിച്ചാൽ സഡൻ ആൻസറാ. അഖിബൻ എനിക്കതിനെ എന്ത് ചെയ്യാണ്? ജവാബ് കിട്ടുകയാണ്. മോശാണോ? അല്ല. പുതിയ കാലം മോശമാണെന്ന് പറയരുത്. നഈബു സമാനന വൽ ഐബു ഫീന. ആക്ഷേപിക്കുമ്പോ കെടുന്നത് നമ്മുടെ മുഖമാണ്. അള്ളാഹുവിന്റെ തദ്ബീറാണ് ഈ ലോകത്തിന് പിന്നിലെങ്കിൽ ഈ കാലം ദുഷിച്ചു എന്ന് പറയരുത്. ഈ കാലം സാധ്യതകൾ ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഡിവൈസുകളെ നെഗറ്റീവായി കാണരുത്. അറിവുകൾക്ക് വേണ്ടി ഉപയോഗിച്ച് ശീലിക്കണം. എല്ലാ അറിവും നിരന്തരം നേടാവുന്ന പുതിയ കാലത്തെ ദുഷിക്കുന്നതിന് പകരം അറിവുകൾ നിരന്തരം നേടണം. അതിലുള്ള നമ്മുടെ ക്യാപിറ്റൽ നമ്മുടെ വഖ്താണ്, നമ്മുടെ ടൈമാണ്. ഈ ടൈം നമുക്ക് എത്ര ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്നത് നമ്മുടെ മുതല. അത് തീർച്ചയായും നാം മുഹാസബാണ് എന്നത് മാത്രം വിലയിരുത്തിയാൽ, നമുക്ക് ഹിസാബുണ്ട് എന്ന് വിലയിരുത്തിയാൽ ഈ ഒറ്റ വിഷയം മതി ഏത് നേതൃഗുണത്തിലുള്ളവർക്കും അറിവ് നേടുക എന്ന് പറയുന്നത്. സന്ദർഭോചിതമായി അറിവുകൾ നേടണം. ഇവിടെ ഒരു സമ്പൂർണനാവുക. നേരത്തെ ഞാൻ പറഞ്ഞ അതേ വിഷയം അഥവാ പെർഫെക്റ്റ് ഒക്കെ പെർഫെക്ഷനിസം നെഗറ്റീവാണ്. ഇത് ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. അതായത് കുട്ടികൾ എന്ത് ചോദിച്ചാലും കിട്ടണം. ഞാൻ ഈ സദസ്സിൽ പറയുമ്പോൾ 100 നുക്സാനുകൾ ഉണ്ടാകാം, 100 തെറ്റുകൾ ഉണ്ടാകാം. അത് നിങ്ങൾ ധൈര്യസമേതം അറിവുള്ളവരോട് പറയാം, കാരണം തിരുത്തിത്തരും. ഈ പ്രതീക്ഷയാണ് എനിക്ക് പറയുമ്പോൾ. അല്ലാതെ തികഞ്ഞു എന്ന് ഒരു തോന്നലോ എനിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അന സഫീഹും മിന സുഫഹ, വലിയ സഫഹത്താണത്. കാരണം ഇന്ന് എല്ലാവർക്കും അറിവുകൾ ലഭ്യമാണ്. എല്ലാവരുടെ കൈത്തുമ്പിലും ഈ അറിവ് ലഭ്യമാണ്. ആകെ വേണ്ടത് ലഭ്യമായ സമയം എങ്ങനെ യൂസ് ചെയ്യുന്നു. ഈ ഒറ്റ വിഷയം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അങ്ങനെയാണെങ്കിൽ അറിവ് നമുക്കെപ്പോഴും ഉപയോഗപ്രദം. നമുക്ക് കഴിയില്ല, നമുക്കിതൊന്നും ശരിയാകൂല എന്ന ചിന്തക്ക് പകരം സന്ദർഭോചിതമായി വിഷയങ്ങളെ മനസ്സിലാക്കാൻ. ഇപ്പൊ പഠിക്കാനും എളുപ്പ, ഭാഷ അറിയണമെന്നില്ല. ഏത് ഭാഷയായാലും പ്രശ്നമല്ല. എന്താ കാര്യം? ഈ മൂപ്പരുണ്ടായാ മതി. ഏതോ ഒരു ഭാഷയാ കിട്ടിയത്, നമുക്ക് മൂപ്പരെ സഹായം തേടണം. നമ്മളെ കൂട്ടത്തിൽ തന്നെ ഒരു പ്രായവും ഇതിനൊന്നും തടസ്സമാകും. ഭാഷ ആവശ്യമില്ല. എനിക്ക് തീരെ ഈ ഇംഗ്ലീഷ് ഭാഷ അറിയില്ല. പക്ഷെ ഞാൻ ഭാഷ ചിലപ്പോഴൊക്കെ എൻ്റെ പദപ്രയോഗങ്ങളിൽ ഇംഗ്ലീഷ് പദപ്രയോഗം വരുന്നത് മുസാഹബത്ത് കൊണ്ട് വരുന്നതാണ്, പഠിച്ചിട്ട് വരുന്നതല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഭാഷ പഠിക്കാനൊക്കെ അറിഞ്ഞുകൂടാന്ന് പറയുന്നവരോട് ഞാൻ പറയും, നിങ്ങൾ പഠിക്കാതിരുന്നാൽ മതി. ഭാഷ വസീലയാണ്. അങ്ങനെയാണെങ്കിൽ പഠിഞ്ഞോളും.
ഭാഷ പഠിഞ്ഞോളൂ. ഇതാണ് ഇതിലെ അറിവിന്റെ വിഷയം പറയുമ്പോൾ എനിക്ക് ഊന്നൽ നൽകി പറയാനുള്ളത്. സന്ദർഭോചിതമായി പഠിക്കാൻ തയ്യാറായാൽ തന്നെ ഏറെക്കുറെ നമ്മൾ ഒരു നേതൃത്വ ഗുണം എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട വിഷയങ്ങളെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ കഴിയുന്നതും അന്വേഷണ മനസ്സോടെ പറയാം. ഇപ്പൊ ഞാൻ കുറച്ചൊക്കെ പഠിച്ചു, എനിക്കെല്ലാം തിരിയൂന്ന് കരുതി പറഞ്ഞാൽ ഞാൻ പെടും. മനസ്സിലായ പകരം ഈ എണ്ണാരക്കണ്ണനും തന്നാലാവുന്നത് എന്ന് പറയുന്നത് പോലെ എന്റെ കയ്യിലുള്ള കൊച്ചു വിഭവം നല്ല മനസ്സുള്ളവരുടെ മുമ്പിൽ പറയുക. അവര് എന്റെ കൂടെ നിൽക്കും. തിരുത്തേണ്ടടുത്ത് പറയും, ദാ നിങ്ങൾ പറഞ്ഞ തെറ്റാണ്, തിരുത്തണം, തിരുത്തും. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചു, എന്നോട് പറഞ്ഞു, നിങ്ങളെ പ്രസംഗങ്ങൾ ഞാൻ ആവർത്തിച്ച് എല്ലാം കേൾക്കുന്നുണ്ട് യൂട്യൂബിൽ വന്നത്, അതുകൊണ്ട് സദസ്സിൽ പറയുന്ന തമാശകൾ മാറ്റി പറയണം. അയാൾ പറഞ്ഞതാണ്, എന്താ തമാശകൾ എല്ലാത്തിലും ഒന്നെന്നെ പറഞ്ഞാൽ കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട്, ഇത് പഠിച്ചു പറഞ്ഞതല്ല, അപ്പൊ വരുമ്പോ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ എന്ത് മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ ആലോചിച്ചു ശരിയല്ലേ അങ്ങ് മാറ്റിയാലോ. അപ്പോഴാണ് പിന്നെ ഞാൻ ആലോചിച്ചത്, തമാശ അങ്ങനെ പഠിച്ചു പറയേണ്ട സാധനമല്ല. പഠിച്ചു പറഞ്ഞാൽ ആൾക്കാർക്ക് ചിരി വരൂല, കൊളാവും, അത് വഷളാവും. മറ്റത് എന്താണ്, നാച്ചുറലായിട്ട് വരുന്നത് പറയണം. അതാണ് തമാശ എന്ന് പറയുന്നത്. തമാശ മംദൂഹാണ് ആവശ്യമുള്ള അളവിലാകുമ്പോൾ. അപ്പൊ ഏതായാലും അയാൾ പറഞ്ഞത് ഞാൻ ആദ്യം എന്ത് ചെയ്തു, അതിന്റെ പോസിറ്റീവ് അയാൾ പറഞ്ഞ അർത്ഥത്തിൽ എടുക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തു. പിന്നെ ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു, ഞാനല്ല തിരുത്തേണ്ടത്, അയാളാണ് തിരുത്തേണ്ടത്. ഞാൻ തിരിച്ചറിഞ്ഞു. എന്താ തിരുത്തേണ്ടത്? അയാൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ അയാൾക്ക് ഉപകാരപ്പെടും, അങ്ങനെ കേട്ടാൽ മതി. ആ അർത്ഥത്തിൽ കേൾക്കുകയും ആ അർത്ഥത്തിൽ ഉപയോഗിക്കുകയും ചെയ്താൽ മതി. കാരണം എല്ലാ പ്രഭാഷണങ്ങളിലും വരുത്തേണ്ട ചില വേരിയേഷനുകൾ, ചില തഫ്രീഖാത്തുകൾ, വ്യത്യാസങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവസരോചിതമായിട്ട് ഓരോന്നിലും വരുത്തുന്നുണ്ട്. കാരണം ഓരോ പ്രഭാഷണങ്ങളിലും പുതിയ വ്യത്യാസങ്ങളും പുതിയ സാധ്യതകളെയും ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഓരോ പ്രഭാഷണവും നടത്തുന്നത്. അത് കഴിയുമ്പോൾ പ്രഭാഷണം നിർത്തിവെക്കും, മറ്റു പരിപാടി തുടങ്ങും. അപ്പോ ഞാൻ പറഞ്ഞത് ഇതൊരു പ്രധാനപ്പെട്ട ആശയമാണ്. അറിവുകൾ നേടണം, അറിവ് അപ്ഡേഷനുകൾക്ക് വിധേയമാക്കണം. പക്ഷെ മനോഭാവമാണ് പ്രധാനം. ഇവിടെ ചിലർക്കൊരു പ്രശ്നമുണ്ട്. എന്താ അറിയോ, ഈ വലിയ അറിവുള്ള ആളുടെ മുമ്പിൽ എങ്ങനെ പറയാം? അവിടെ അടിസ്ഥാനപരമായി മാറേണ്ടത് ഒരു മുഅ്മിനായ മനുഷ്യൻ, അൽ മുഅ്മിനു ഇദാ അഹ്സന ഇസ്തബ്ശറ വഇദാ അസാ ഇസ്തഗ്ഫറ. അൽ മുഅ്മിനു മൻ സറത്തുഹു ഹസനത്തുഹു വസാഅത്തുഹു സയ്യിഅത്തുഹു. ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. അഥവാ ഞാനൊരു നല്ലവൻ, എനിക്ക് അബദ്ധമൊന്നും വരൂല എന്ന് ചിന്തിക്കണ്ടെങ്കിൽ അവൻ മുത്തക്കബ്ബിറാണ്. ഞാനൊരു നല്ലവനാണ്, എനിക്ക് അബദ്ധമൊന്നും വരൂല എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അന മുത്തക്കബ്ബിറുൻ മിനൽ മുത്തക്കബ്ബിരീൻ മഅദല്ലാഹ്. അവിടെ എന്താ വേണ്ടത്? എനിക്ക് തെറ്റ് വരരുത്. മാക്സിമം ഞാൻ ആ വഴിയിൽ ട്രൈ ചെയ്യും, പരിശീലിക്കും, പരിശ്രമിക്കും. അബദ്ധം വന്നാലോ അനാ തൂബു ഇലല്ലാഹ്. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ. ഇതേപോലെ ഏത് വിഷയത്തിൽ വേണമെന്നറിയോ, പ്രഭാഷണമായാലും എഴുത്തിലായാലും മറ്റ് സ്കില്ലുകളിലാണെങ്കിലും എനിക്കൊരു മിസ്റ്റേക്ക് ഉണ്ടോ, അത് തിരുത്താൻ ഞാൻ റെഡിയാണ്. ഒരു നന്മ ചെയ്യാൻ പറ്റിയാൽ അതിൽ സന്തോഷിച്ച് അടുത്ത നന്മയിലേക്ക് പോകും. അങ്ങനെ പോകുമ്പോൾ ഉഷാറാകും. ഞാൻ ആദ്യമായിട്ട് സിറാജുൽ ഹുദയിൽ നിന്ന് പ്രസംഗിക്കാൻ പഠിക്കുന്ന സമയത്ത് പടച്ചുറപ്പെ മുട്ട് കുറച്ചിട്ട് ഇങ്ങനെ മുട്ടുകയായിരുന്നു, തമ്മിലടിക്കുകയായിരുന്നു. അന്നെങ്ങാനും നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഖിദ്മത്ത് ചെയ്യാനേ പറ്റൂലായിരുന്നു സമയം. അന്ന് നിർത്തിവെച്ച പരിപാടി ഒന്നും നടക്കൂല. പക്ഷേ അന്ന് എന്ത് ചെയ്യും, അന്ന് ചോദിക്കും, മുതിർന്നവരോടൊക്കെ ചോദിക്കും, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത്, നിരന്തരം ചോദിക്കും. കുറച്ചു കാലം അങ്ങനെ പരിശ്രമിച്ചപ്പോ അതേ സമാജത്തിൽ കുറച്ചു കൂട്ടുകാരെങ്കിലും എന്ത് ചെയ്യുമെന്നറിയോ, സാമാജിക അവസരത്തിലടക്കം, അതായത് 4-ൽ 1-ലോ 2-ലോ എങ്ങനെയാണ് നിർബന്ധമായിട്ട് പ്രസംഗിക്കേണ്ടത്, ബാക്കി സാമാജിക അവസരമാണ്. ഈ സാമാജിക അവസരത്തിൽ അടക്കം പിന്നെ പ്രസംഗിക്കും. അതും എങ്ങനെ പ്രസംഗിക്കും എന്നറിയോ, എല്ലാ പത്രത്തിലെയും എഡിറ്റോറിയൽ കോളം കൃത്യമായി വായിച്ചിട്ട് അതിലെ പുതിയ വാചകങ്ങൾ കണ്ടെത്തി പഠിക്കും, പുതിയ പ്രയോഗങ്ങൾ എങ്ങനെയെന്ന് പഠിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പ്രസംഗിക്കുമ്പോൾ കുറച്ച് ആൾക്കാരാണെങ്കിലും അവർക്ക് എഴുതിയെടുക്കും. അപ്പൊ എനിക്ക് ഭയങ്കര ആത്മവിശ്വാസമായി. ഇതുപോലെ അറിവ് എന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്യാം, തെറ്റുകൾ തിരുത്താം എന്നതല്ലാതെ തികഞ്ഞിട്ട് പറയാന്നുള്ള മനോഭാവം ഉണ്ടായാൽ തിര അടങ്ങിയിട്ട് മീൻ പിടിക്കലുണ്ടാകൂല. അടുത്തത്, നേതാവ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്,
അതൊരവസരമാണ്. ഇതൊരവസരമാണ്. ഈ അവസരത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഫായില് എപ്പോഴും ലാ ഫായില ഇല്ലല്ലാഹ്. ഏത് സമയത്തും നമ്മുടെ യഥാർത്ഥ ചിന്ത പോകുന്നത്, ഇതിന് സൈക്കോളജിയിൽ ഒരു വശം ഉണ്ട് കേട്ടോ. ഐ ആം വൺ വിത്ത് ദ വെരി പവർ ദാറ്റ് ക്രിയേറ്റഡ് മീ. പോസിറ്റീവ് സൈക്കോളജിയിലെ ലേറ്റസ്റ്റ് പ്രയോഗങ്ങളിൽ ഒന്നാണിത് ഞാൻ പറഞ്ഞത്. എന്താണ് അവർ പറയുന്നത്? ഈ സർക്കംസ്റ്റൻസസ്, ഈ ഇപ്പോഴുള്ള ഈ ലോകത്തിന്റെ ഘടന നിങ്ങൾ നോക്ക്. പകലാകേണ്ട സമയത്ത് കറക്റ്റ് പകലാകും, രാത്രിയാകേണ്ടപ്പോ കറക്റ്റ് രാത്രിയാകും. എന്തൊക്കെ അജായിബ നടക്കേണ്ടത്. തെങ്ങുണ്ടാകേണ്ടടുത്ത് തെങ്ങുണ്ടാകും, ആപ്പിൾ ഉണ്ടാകേണ്ടടുത്ത് ആപ്പിൾ ഉണ്ടാകും. ചിലപ്പോൾ തെങ്ങുണ്ടാകേണ്ടടുത്ത് നിങ്ങൾ ശ്രമിച്ചാൽ ആപ്പിൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ മണ്ണിനെ ഇങ്ങനെ ആക്കി മാറ്റി ഈ ചലനങ്ങൾ, ഈ രാവും പകലും ഒക്കെ ആകുന്നതിന്റെ ഭംഗി ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ എവിടെ പോകണമെന്നറിയും? ഇടയ്ക്കൊരു പ്ലാനറ്റോറിയത്തിലൊക്കെ പോകണം കുട്ടികളെയും കൂട്ടിയിട്ട്. അപ്പൊ ഞാൻ മനസ്സിലായി സംഭവ ബഹുലമാണിത്. ഇതെല്ലാം നടത്തിക്കൊണ്ടുപോകുന്ന ഈ ലോകത്തിന്റെ പരിപാലകനായ അള്ളാഹു, അവൻ പരിപൂർണനാണ്. ആ പരിപൂർണനായ അള്ളാഹുവിന്റെ നടത്തിപ്പിലൊന്നാണ് എൻ്റെ ഈ അവസരം. എപ്പോഴും അങ്ങനെ വിശ്വസിച്ചാൽ അവിടുന്ന് അങ്ങോട്ട് ബാക്കിയൊക്കെ റെഡിയാണ്. ഇതാണ് അവസരത്തെക്കുറിച്ചൊരു നേതാവിന്റെ വ്യൂ പോയിന്റ്, കാഴ്ചപ്പാട്. അതായത് അള്ളാഹുവാണ് ഈ തദ്ബീറിന്റെ പിന്നിലെങ്കിൽ, ഞാൻ ആ റബ്ബിലേക്കാണ് എൻ്റെ ഈ ദൃഷ്ടി പതിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കലും സുസാധ്യമാണ്. അവിടെ നെഗറ്റീവ് പറയരുത്. ഞാൻ കൊള്ളൂല, ഞാൻ ഇതിന് പറ്റൂല, അങ്ങനെ പറയരുത്. അതൊക്കെ വേസ്റ്റാണ്. പ്രഭാഷണത്തിലും കുറെയൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലത്. ഞാനിപ്പോ ഇവിടെ എന്നിട്ട് ഇപ്പോ ഞാനിവിടെ ആദ്യത്തെ ആമുഖാണ് 10 മിനിറ്റ്. എന്താ ഇത് വലിയ സദസ്സാണ്, ഇവിടെ ഞാനൊന്നുമല്ല പറയേണ്ട ആവശ്യം എന്താ? കഴിഞ്ഞില്ല, എന്തായാലും ക്ഷണിക്കലും കഴിഞ്ഞ് വേറെല്ലാം കഴിഞ്ഞ്. ഇനി അത് പറയേണ്ട ആവശ്യമില്ല. ഇനി പറഞ്ഞാൽ മതി, ഇനി വിഷയം പറഞ്ഞാൽ മതി, ബാക്കി ആൾക്കാർ മനസ്സിലായിക്കോളും. അവിടെ എന്ത് ചെയ്യരുത്? നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി വാചാലരാകേണ്ട വിഷയമല്ല നെഗറ്റീവിനെ കുറിച്ച്. നെഗറ്റീവ് 100 ഉണ്ടാകും, അത് തിരുത്താം. നമ്മളെല്ലാവരും നല്ല മനസ്സുള്ളവരാണ്. ഈ പുസ്തകം എഴുതുന്നത് അവർ പറയും, നിങ്ങൾ ആ പറഞ്ഞൊന്ന് തിരുത്തണം കേട്ടോ, പറയുമ്പോൾ അത് തിരുത്തണം. ഇനി ചിലരൊക്കെ ശത്രുത കൊണ്ട് പറഞ്ഞു എന്ന് വെക്കുക, എന്താ കുഴപ്പം? ലാഭമല്ലേ? ഒരാൾ ശത്രുത കൊണ്ടാ പറയുന്നതെന്ന് വെക്കുക, അതും ലാഭം തന്നെയാണ്, നഷ്ടമില്ല. അതാണ് കൂടുതൽ സേഫ് ആകുക. ശത്രു പറയുന്ന ആക്ഷേപമാണ് കൂടുതൽ നമ്മൾ സേഫ് ആകുക. എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി, ഉണ്ടോന്ന് നോക്കിയാൽ മതി. ശത്രു പറയുമ്പോഴേക്ക് ബേജാറാകാതിരിക്കുക. ശത്രുത ഉണ്ടാകാം, അത് ചിലപ്പോഴേക്ക് അപൂർവമായി നമ്മളെ ജിൻസിൽ നിന്നും ഉണ്ടാകും. ശത്രുത അപൂർവമായിട്ടുണ്ട്. പിന്നെ ചിലരുടെ ത്വബ ഉണ്ടാകും. ഒരു ദിവസം ഒരു സയ്യിദ് എൻ്റെ കൂടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുപ്പ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ അടുത്ത് ക്യാഷ് ഇപ്പം ഇല്ല, നിങ്ങൾ എന്നെ കൂട്ടുന്നു. കൂട്ടി, നിങ്ങൾ പങ്കെടുക്കുമെന്ന് ഉറപ്പാണ്, ക്യാഷ് തരണം, കുഴപ്പമില്ല. കാരണം പലപ്പോഴും ക്യാഷ് വാങ്ങുന്നതിലെ മർമ്മപ്രധാനമായ 1-ാം പോയിന്റ് പങ്കെടുക്കലാണ്. അല്ലെങ്കിൽ മോന്റെ കല്യാണത്തിന്റെ നിശ്ചയമാണെങ്കിൽ പോലും ഇത് മുടങ്ങും. എപ്പോ? ഫ്രീ ആയിട്ടാവുമ്പോ. ക്യാഷ് കൊടുത്താൽ ആ മുടക്കത്തിന്റെ കതിർ കുറച്ച് കുറയും, നമ്മൾ അധ്വാനം ഫലപ്പെടും. അപ്പോ ഈ സയ്യിദ് എൻ്റെ കൂടെ ഏകദേശം കൂടി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചോദിക്കണം. അങ്ങനെ ഇയാള് ഇതിന്റെ ബെനിഫിറ്റിനെ കുറിച്ച് ചോദിച്ചു. കാരണം എന്താ? ഇയാള് പങ്കെടുത്ത സെഷനുകളിൽ ബെനിഫിറ്റ് തീരെ എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഇയാൾ എന്നോട് ചോദിച്ചു, നിങ്ങളെ പരിപാടി നല്ല ബെനിഫിറ്റ് ഉള്ള, ഭയങ്കര ക്യാഷ് ഉണ്ടാക്കുന്ന പരിപാടിയാണല്ലോ നിങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ക്യാഷ് കിട്ടുന്ന പ്രോഗ്രാം ഇതാണ്. അതിന്റെ സ്ഥിതി ഞങ്ങളിപ്പോ കണ്ടത്. അങ്ങനെ ഉണ്ടാവും. രാജാവിന്റെ കൊട്ടാരത്തില് പാല് നികുതിയായിട്ട് വെച്ച പോലെ. ഇപ്പോ പരിപാടിക്ക് ക്ഷണിക്കുമ്പോ ചിലര് വിചാരിക്കും അയാൾക്ക് അപ്പുറത്ത് പരിപാടി കഴിഞ്ഞിട്ടല്ലേ വരുന്നത്, അതുകൊണ്ട് ഇത്ര മതി. അപ്പുറത്തുള്ളവർ വിചാരിക്കും ഇപ്പുറത്തും. പിന്നെ ചിലരൊക്കെ വിചാരിക്കും അയാൾക്ക് മറ്റു പരിപാടിക്ക് എന്തായാലും കിട്ടുന്നതല്ലേ, അതുകൊണ്ട് ഇത് കിട്ടിയിട്ടില്ലേ കുഴപ്പമില്ല. ഇങ്ങനെ എല്ലാവരും ഒരുപോലെ വിചാരിക്കുന്ന ഒരു പ്രതിഭാസം എന്നെ ഞെട്ടിച്ചൊരു വർഷവും കൂടി പറയും. ഇതൊക്കെ ആൾക്കാർ കേൾക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്ഥാപനത്തിൽ എന്നെ പരിപാടിക്ക് വിളിച്ചു. ഒരു സ്കൂളിലെ ടീച്ചേഴ്സിനാണ് പരിപാടി. 3 മണിക്കൂർ ഞാൻ ക്ലാസ് എടുത്തു. B.Ed കഴിഞ്ഞ 10-15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ്. ഇവരെല്ലാവരും പറഞ്ഞു ഈ സ്കൂളിൽ നടന്ന ചരിത്രത്തിലെ ഏറ്റവും നല്ല ട്രെയിനിങ് ആണെന്ന് എല്ലാവരും പറഞ്ഞു, 100%. അത് കഴിഞ്ഞിട്ട്
ഞാൻ തിരിച്ചു പോകുമ്പോൾ എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഓടേണ്ടിയിട്ടുണ്ട്. ഒരു 100 കിലോമീറ്ററോളം ഓടേണ്ടതിന്റെ അടുത്ത് പരിപാടിക്ക് പോകാൻ. ഞാൻ അതിന് പോകാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, പോക്കറ്റിലും ഇല്ല. എണ്ണ അടിക്കാൻ വേണ്ടി കയറി നോക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, അവിടുന്ന് അയാൾ പോക്കറ്റിൽ ഇട്ടിട്ടല്ലോ എടുത്തു നോക്കുമ്പോൾ 500 രൂപ. അവിടത്തേക്ക് ഞാൻ അടിച്ച എണ്ണയുടെ ക്യാഷ് 3000 രൂപ. എന്നെ ഞെട്ടിച്ചത് അവിടെയല്ല, അടുത്തൊരു പരിപാടിക്ക് എന്നെ വിളിച്ചു. ഞാൻ ക്യാഷ് പറയാതെ സ്കൂളിന്റെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ അവിടെ പങ്കെടുത്തു. ഏകദേശം 2 സെഷൻ, 6 മണിക്കൂറോളം ദൈർഘ്യമുള്ള സെഷൻ. ആ സ്ഥാപനത്തിൽ നിന്ന് എന്റെ കൂടെ പോയ ആള് ഈ ക്യാഷിനെ കുറിച്ച് സ്വാഭാവികമായി അറിഞ്ഞപ്പോൾ അയാൾ സ്വകാര്യമായി അവിടുത്തെ പ്രധാനപ്പെട്ട ആളോട് പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ചെയ്ത മോശമല്ലേ. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ അറിയില്ലായിരുന്നു, സോറി. അയാൾ എമൗണ്ട് തന്നു, വലിയ ചെറിയൊരു എമൗണ്ട്. അഥവാ അന്ന് അടിച്ചതോ അന്ന് എണ്ണ അടിച്ച ക്യാഷിനെ അന്ന് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ എന്നെ ഞെട്ടിച്ച അവിടെയൊന്നുമല്ല. എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ പ്രോഗ്രാമുകളിൽ നിരന്തരം പങ്കെടുക്കുന്ന ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കണം. എന്താ അത്? നിങ്ങൾ ചിലയിടത്തുനിന്നെല്ലാം വല്ലാണ്ട് പൈസ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇതുവരെ പങ്കെടുത്ത ഒരു സ്ഥലത്തൊന്നും പൈസ ചോദിച്ചിട്ടില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, നിങ്ങൾ ആരായി പരാതി പറഞ്ഞത്? അത് ഇന്ന സ്ഥാപനത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു. അത് ഈ സ്ഥാപനത്തിൽ നിന്ന്. ഇതാണ് കൾച്ചർ. അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ അതും ചിന്തിച്ച് നടക്കണോ? വേണ്ട, നമ്മൾ നേരെ പോകണം. അവസരം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഏൽപ്പിക്കപ്പെട്ട റബ്ബാണ് ഇതിന്റെ പിന്നിൽ, ഈ ലോകത്തിന്റെ പിന്നിലെങ്കിൽ ഒക്കെ ഭംഗിയായി നടക്കും. അതിൽ ചിലര് മദ്ഹ് പറയും, ചിലര് ദമ്മ് പറയും. മദ്ഹ് പറയുന്നുണ്ടെങ്കിൽ സുഖമുണ്ടെങ്കിൽ അതൊരു അസുഖമാണ്. അതുപോലെ ദമ്മ് പറയുമ്പോൾ വിഷമുണ്ടെങ്കിൽ അതൊരു അസുഖം തന്നെയാണ്. നമ്മളൊരു നന്മ ചെയ്തിട്ട് ഒരാൾ നമ്മൾ ആക്ഷേപിച്ചു, അതിൽ വിഷമം തോന്നുന്നുണ്ടോ? എങ്കിൽ അതും അസുഖം തന്നെയാണ്. അത് മറ്റതിനേക്കാൾ അശബ്ദാണ്. ഇതാണ് യകൂനു മദ്ഹുഹും വദമ്മുഹും സവാ. ഞാൻ പറഞ്ഞത്, നേതൃഗുണത്തിൽ ഇരുന്ന് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ചിലര് നമ്മളെ കൂടെ നിൽക്കും, ചിലർ ആക്ഷേപിക്കും. ആക്ഷേപം വിഷമമാകുന്നുണ്ടെങ്കിൽ സത്യത്തിൽ എന്തുകൊണ്ടാണ് വിഷമമായത്? നിങ്ങൾ നേരത്തെ മദ്ഹ് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ എന്തിനാ വിഷമം? അതായത് നമ്മളൊരു നന്മ ചെയ്തിട്ട് ഒരാൾ ആക്ഷേപിച്ചപ്പോ എവിടുന്ന് വിഷമം വന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ മദ്ഹ് ആഗ്രഹിച്ചു കഴിഞ്ഞു. ഇവിടെയാണ് തിരുത്തേണ്ടത്. അവിടെ നമ്മൾ തിരുത്തേണ്ടത്, ഇതൊരു അവസരമാണ്, നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. അള്ളാഹുവാണ് പിന്നിൽ. ഈ ലോകത്തിന് പടച്ച് പരിപാലിക്കുന്ന സമ്പൂർണനായ റബ്ബാണ് ഇതിന്റെ പിന്നിലെങ്കിൽ, യഥാർത്ഥ മുദബ്ബിറും യഥാർത്ഥ തദ്ബീറും മുഖദ്ദിറും അള്ളാഹുവാണെന്ന ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യേണ്ടതില്ല, ആശങ്കയുടെ യാതൊരു ആവശ്യമില്ല. ഇനി ഒറ്റ കാര്യവും കൂടെ പറഞ്ഞ് നിർത്തണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏകദേശം നമ്മുടെ സമയം അവസാനിച്ചു കഴിഞ്ഞു. അത് ആത്മവിശ്വാസം ഒന്ന്. രണ്ടാമത്തത് പോസിറ്റിവിറ്റി. ആത്മവിശ്വാസം എന്ന് പറഞ്ഞത് സെയിം, ഞാനിപ്പോ ഈ പറഞ്ഞ അതേ സംഗതികളാണ്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും ഒരു കാര്യം ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാകുമ്പോൾ എപ്പോഴും അതിന്റെ പാറ്റന്റ് എവിടെ ഏൽപ്പിക്കണം? റബ്ബിനെ ഏൽപ്പിക്കണം. അൽഹംദുലില്ലാ. ഇതാണ് ശരിക്കുള്ള ആത്മവിശ്വാസത്തിന്റെ മർമ്മം കിടക്കുന്നത്. എന്ത് ചെയ്യാൻ തൗഫീഖ് ഉണ്ടാകുമ്പോഴും അവസരം ഉണ്ടാകുമ്പോഴും അതിന്റെ യഥാർത്ഥ ഫായിലിലേക്ക് അതിന്റെ നേട്ടങ്ങളെ ഏൽപ്പിച്ച് ശീലിക്കുമ്പോൾ പിന്നെ പേടിക്കാനില്ല. എപ്പോഴും നമ്മൾ കോൺഫിഡൻസ് ഉള്ളവരാണ്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് എനിക്ക് എല്ലാം കഴിയും. ഇവിടെ ഒരു ഞാൻ എന്നതൊരു മർമ്മമാണ്. ആരാ ഞാൻ? നമ്മൾ സൈക്കോളജിയിൽ പറയും സെൽഫ് ലവിങ്. എന്താ സെൽഫ് ലവിങ്? ചിലരൊക്കെ പറയും സെൽഫ് ലവിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മിസ്റ്റേക്കാണ്. ഞാൻ എന്നെ സ്നേഹിക്കണം. ഞാൻ എന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നതിൽ സൈക്കോളജിയിലെ അതിന്റെ യഥാർത്ഥ ബയാൻ എവിടെയാ ചെന്ന് നിൽക്കുന്നതെന്നറിയും. ഉദാഹരണത്തിന്, ഇവിടെ നമ്മളൊരു 5 പേരുണ്ട്. ഈ 5 പേര് നമ്മൾ ഒന്നിച്ചിവിടെ ഇരിക്കുകയാണ്, ഒന്നിച്ചിന്നത്തൊരു സമയം ചെലവഴിക്കുകയാണ്. എന്റെ കയ്യിൽ ഭക്ഷണമുണ്ട്. എല്ലാവർക്കും വിശപ്പുണ്ട്, എനിക്കും ഭക്ഷണമുണ്ട്. എന്റെ കയ്യിൽ ഭക്ഷണമുണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്? എന്റെ 4 പേർക്ക് ഈ ഭക്ഷണം വിതരണം ചെയ്യാണ്. ഞാൻ പറയാണ്, ഇവിടെ റെഡിയാണ്, നിങ്ങൾ കഴിക്കുക. കാരണം ഇത് അവർ കഴിച്ചാൽ എന്തെങ്കിലും അവർക്ക് ആകുള്ളൂ. അപ്പൊ ഞാൻ എനിക്ക് കൂടിയുള്ളത് എന്ത് ചെയ്തു? അവർക്ക് കഴിപ്പിച്ചു.
അപ്പൊ എനിക്ക് ഭയങ്കര ഒരു സുഖം, അൽഹംദുലില്ലാ. വല്ലാത്തൊരു റാഹത്തുള്ള പരിപാടിയാണ്, വല്ലാത്തൊരു സുഖമുള്ള പരിപാടിയാണ്. ഇവിടെ സെൽഫ് ലവിങ് ആണിത്. എന്തുകൊണ്ട്? ഞാൻ കഴിക്കുന്നതിനേക്കാൾ മഹത്വം എനിക്ക് ലഭിക്കുന്നത് എപ്പോഴാ? ഞാനത് കഴിപ്പിക്കുമ്പോഴാണ്. ഞാൻ കഴിക്കുന്നതിനേക്കാൾ എനിക്ക് മഹത്വം ലഭിക്കുന്നത് കഴിപ്പിക്കുമ്പോഴാണ്. അപ്പൊ ഞാൻ എന്തിനെ സെലക്ട് ചെയ്യുന്നു? കൂടുതൽ മഹത്വമുള്ളത് എനിക്ക് സെലക്ട് ചെയ്യുന്നു. അതാണ് സെൽഫ് ലവിങ്. ഇതിന് ഇസ്ലാമിക് ലാംഗ്വേജിൽ പറഞ്ഞാൽ, ഇസ്ലാമിക് കൺസെപ്റ്റിൽ നിന്ന് പറഞ്ഞാൽ ലില്ലാഹി എന്ന് പറയും. അതെ, ലില്ലാഹി അള്ളാഹ് നമ്മളെ വകത്തുനിന്ന് ആവശ്യമുണ്ടെന്നാണോ? അല്ല, അള്ളാഹുവിൽ നിന്ന് എനിക്ക് പ്രതിഫലം എന്നാണ് ഈ പറയുന്നത്. ലില്ലാഹി 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 എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് എനിക്ക് പ്രതിഫലം എന്നാ പറയുന്നത്. അപ്പൊ ഇതർത്ഥം എന്താ? സെൽഫ് ലവിങ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഇതാണ് ശരിക്കും ആത്മവിശ്വാസത്തിലെ മർമ്മപ്രധാനമായ സമീപന രീതി. നാം നമുക്ക് വേണ്ടി ചെയ്യുന്നു. അവിടെ എനിക്ക് കഴിയും എന്ന് ചിന്തിക്കുന്നത് എങ്ങനെയാണ്? അവിടെ ഒരു ഞാനില്ല, എന്റെ ഫായിലായ റബ്ബിന് കഴിയും എന്നാണ് അതിന്റെ അർത്ഥം. എന്നെ ജലീൽ ഉസ്താദും ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദും, അള്ളാഹു അവർക്കൊക്കെ സന്തോഷം പ്രദാനം ചെയ്യുമാറാകണം, എന്നോട് പറയും നിങ്ങൾ വരണം, ക്ലാസ് എടുക്കണം. സത്യത്തിൽ ഇന്നലെ രാത്രിയായിരുന്നു ആദ്യം എന്നോട് പറയുന്നത്. ആ സമയത്ത് എൻ്റെ ഒരു ടീം, ഗവേണിംഗ് ടീമിന്റെ ക്യാമ്പാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, വലിയ പണ്ഡിതന്മാരുടെ ഒരു സദസ്സിലേക്കാണ് വിളിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അവർ പറഞ്ഞു ആയിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് ടൈം അറേഞ്ച് ചെയ്യാം, അങ്ങനെ മാറ്റം വരുത്താന്ന് അവരും പറഞ്ഞു. അങ്ങനെ ഞാൻ ഉസ്താദിനോട്, ഉടനെ തങ്ങളോട് ഉസ്താദിനോട് പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ല. ഇവിടെ ഈ എനിക്കൊരു അവസരം തരുമ്പോ ആ അവസരത്തെ ഞാൻ കാണുന്നത് ഇതിന്റെ പിന്നിൽ അള്ളാഹുവാണ് അതിന്റെ യഥാർത്ഥ നടത്തിപ്പുകാരൻ. അതിന് ഈ പണ്ഡിതന്മാർ എന്നോട് ആവശ്യപ്പെടുമ്പോ അതിനെ അനുസരിക്കുന്നു, അതിനെ ഞാൻ അവസരമായി കാണുന്നു. അതാണ് ആത്മവിശ്വാസം എന്ന് വിളിക്കുന്നത്. എനിക്ക് കഴിയും എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. അവിടെ ഒരു ഞാൻ എനിക്കില്ല. ഞാൻ എന്റെ ഫായിലാണോ? ഞാൻ എന്റെ ഖാലിഖാണോ? ഞാൻ എപ്പോ ഉണ്ടാകണമെന്ന് ഞാൻ തീരുമാനിച്ചോ? എനിക്ക് സംസാര വൈഭവം ഉണ്ടാകണമെന്നുള്ള ഞാൻ തീരുമാനിച്ചോ? ഇതൊക്കെ അള്ളാഹുവിന്റെ അതാ ആണ്, അള്ളാഹുവിന്റെ ദാനമാണ്. സൈക്കോളജിയുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പ്രകൃതിയുടെ ദാനമാണ്. എന്ത് പറഞ്ഞാലും അവിടെ സെൽഫ് ലവിങ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവാണ്. ഇത് തന്നെയാണ് ആത്മവിശ്വാസത്തിൽ നമ്മൾ പറയുന്നത്. അതൊക്കെ റബ്ബി. ഇതാണ്. പിന്നൊന്ന് എപ്പോഴും പോസിറ്റിവിറ്റി. ദഅവത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് നടക്കും എന്നാണ് കരുതേണ്ടത്, നടക്കില്ല എന്ന് കരുതരുത്. ഇത് ആഖിർ സമാനാണ്, കുട്ടികൾ തിന്നുന്നതൊക്കെ ഹറാമാണ്, അതുകൊണ്ട് നന്നാവില്ല, പോട്ടെ, പിന്നെ ഇതിന് ഈ മദ്രസയൊക്കെ പൂട്ടിക്കൂടെ? മതി. ഈ പറച്ചിൽ തന്നെ നിർത്തണം. ഒരു പ്രഭാഷണം തുടങ്ങിയാൽ പറയുന്ന വാചകങ്ങൾ പോസിറ്റീവ് ആവുക. പ്രഭാഷണം തുടങ്ങിയിട്ട് പറയേണ്ടത് ഇതാ നല്ല ഗൗരവമുള്ള ഉത്തരവാദിത്തമാണ് നിങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്, വളരെ ചിന്തിക്കണം. ഇങ്ങനെ ഒരിക്കലും പറയണ്ട, ചിന്തിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയത്. ഇനി പറയേണ്ടത് എന്താണ്? അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് നൽകിയ സൗഭാഗ്യമാണിത്. പഴയതുപോലെയല്ല, നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. പണ്ടൊക്കെ ഇതുപോലൊന്നും ഒരുമിച്ച് കൂടണ വലിയ പാടാണ്. ഇപ്പൊ അൽഹംദുലില്ലാ നമുക്കതിനൊക്കെ സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. നമുക്ക് ദഅവത്ത് നടത്തിയാൽ മാറ്റങ്ങൾ അള്ളാഹു തരും, മാറ്റങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയാണ് പറയേണ്ടത്. ദഅവത്ത് നടത്തിയാലൊന്നും ഫലിക്കാത്ത കാല പിന്നെ ദഅവത്ത് നടത്തുന്നത്. പറയേണ്ടത് പോസിറ്റിവിറ്റി പറയണം. ദഅവത്ത് നടത്തിയാൽ ഫലിക്കും, ജനങ്ങളുടെ മനസ്സ് നല്ലതാ. നമ്മൾ പറയും ജനങ്ങളുടെ മനസ്സൊക്കെ ദുഷിച്ചു പോയിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ പറയുന്നത്? നമ്മൾ ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു നാടനോട് വഴി ചോദിച്ചു നോക്ക്, മെനക്കെട്ട് പറഞ്ഞുതരൂ. എല്ലാ മനുഷ്യരുടെ മനസ്സും അള്ളാഹു പടച്ചത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. അൽ ഫിത്ര എന്ന് പറഞ്ഞാൽ അൽ ഫിത്രത്തു ത്വയ്യിബ. ഇപ്പോഴും പോസിറ്റിവിറ്റി പറയാ, സാധ്യതകൾ പറയാ. നമുക്ക് സാധ്യതകൾ ധാരാളമാണ്, ഒരുപാട് അവസരങ്ങളുണ്ട്. പ്രവർത്തിച്ചാൽ അള്ളാഹു സ്വീകരിക്കുന്നവനാണ്, വല്ലാതെ സ്വീകരിക്കും. നുക്കുസാനൊക്കെ ഉണ്ടായാലും പഠിച്ചോനെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആ നുക്കുസാനും പുറത്തു തരും. എവിടെയാ ഒരു പോസിറ്റിവിറ്റി ഇല്ലാത്ത? പോസിറ്റിവിറ്റി കാണുന്നവനാണ് യഥാർത്ഥ നേതാവ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക് ഫഅഫു അൻഹും. എപ്പോഴും അഫ്വ്. ഈ അഫ്വ് വലിയൊരു ലോകമാണ്. ഞാനൊരു സൈക്കോളജിയിൽ ഒരു കോഴ്സ് ചെയ്തു, ഹീൽ യുവർ ലൈഫ്, ലവ് യുവർ സെൽഫ്. എപ്പോഴും പറയാറുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ മടുക്കേണ്ട, ഇതൊരാവശ്യമാണ്. ഞാൻ ഈ കോഴ്സ് ചെയ്യേണ്ട കാരണം കൂടി പറയാം.
ഞാൻ ലെറ്റ് ചെയ്യുമ്പോൾ സാറ് ലെറ്റ് ചെയ്യുമ്പോൾ വലിയ വലിയ ആൾക്കാരാണ് എൻ്റെ ബേസിലുള്ള ആൾക്കാർ എല്ലാവരും. വലിയ പ്രിൻസിപ്പാൾമാര്, അങ്ങനെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര്, അങ്ങനെയുള്ള പ്രഗത്ഭരാണ് നല്ലൊരു ശതമാനം, ഒരു 50%. അപ്പോ ഇവരിൽ പലരും പല രോഗവും പറയും. അതിൽ ഒരാൾ ഒരു രോഗം പറഞ്ഞു. എന്താ പറയുക, 12 വർഷമായി മെഡിസിൻ കഴിക്കുമ്പോൾ ഒരു ഫലവും ഇല്ല. അവസാനം എവിടെ എത്തി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ബസ്സിലൊന്നും കയറി വരാൻ അവർക്ക് മടിയാ. കാരണം ഇങ്ങനത്തെ ഒരു കസേലയിൽ ഇരുന്നാല് കൊള്ളൂല, അതിനേക്കാളും കൂടുതൽ ഉണ്ടാളും. ഇത് മെഡിസിൻ കഴിച്ചിട്ടായതാ. അങ്ങനെ ഈ ആള് ഈ രോഗം പറഞ്ഞപ്പോ ഇയാൾ അതിന് പരിഹാരം പറഞ്ഞു. പരിഹാരം എന്താ അറിയോ? ഐ ലവ് മീ, ഐ അപ്രൂവ് മൈസെൽഫ് ആൻഡ് ഐ ആം സേഫ്. ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഒരു 3 ജുംലയാണ് അയാൾ പറഞ്ഞത്. എന്ത് ചെയ്യണം? മന്ത്രമായിട്ട് ഒരു ദിവസം 300 തവണ ചൊല്ലണം. എന്താണ് അതിൽ ഉള്ളത്? എന്താ? ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഐ അപ്രൂവ് ഓഫ് മൈസെൽഫ്, ഞാൻ എന്നെ അംഗീകരിക്കും. ഐ ആം സേഫ്, ഞാൻ സുരക്ഷിതയാണ്. ഇത് 300 തവണ പറയണം. അപ്പൊ ഞാൻ കരുതി സംഗതി മൂപ്പര് അത്യാവശ്യം ഉഷാറായിരുന്നിരുന്നു. ഞാൻ കരുതി കുറച്ച് കുഴപ്പമൊക്കെ എല്ലാവർക്കും ഉണ്ടാകാലോ, അതിൽ പെട്ടൊരു കുഴപ്പമാണ് ഇത് എന്നാണ് ഞാൻ കരുതിയത്, ചോദ്യകർത്താവിന്റെയും ഉത്തരം പറഞ്ഞാണ്ട്. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു സെഷനിൽ ഇയാൾ ലഡു കൊടുക്കും. എല്ലാവർക്കും ലഡു കൊടുക്കുമ്പോൾ ഞാനും കഴിച്ചതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത് ഇതെന്താ ഇന്നൊരു സ്പെഷ്യൽ ലഡു. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ആരെ വകയാ? അപ്പൊ പറഞ്ഞു ഇയാളെ വകയാണ്, പറയാനുണ്ട് എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു ഈ 12 വർഷം മെഡിസിൻ കഴിച്ചിട്ട് മാറ്റം ഇല്ലാത്ത അസുഖത്തിന് 2 ആഴ്ച കൊണ്ട് മാറ്റം കണ്ടു തുടങ്ങി. അപ്പൊ ഞാൻ കരുതി വേറെന്തോ മാറ്റം കിട്ടിയ വകയിൽ മൂപ്പർക്ക് ഇത് തോന്നിയതായിരിക്കും, സാരമില്ല. പക്ഷെ പിന്നെ ഇതുപോലെ പല ഘട്ടങ്ങൾ കണ്ടപ്പോ ഞാൻ ചോദിച്ചു അതെന്താ സംഭവം സാർ, എന്തിനാ ആ സംഭവം പറഞ്ഞ പോയിന്റ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് ഈ ഒരു കോഴ്സിന്റെ ഭാഗമാണ്. അങ്ങനെ ഞാൻ ആ കോഴ്സ് പഠിക്കണം തീരുമാനിച്ചു. കോഴ്സ് പഠിച്ചെന്ന് തീരുമാനിച്ചു നോക്കുമ്പോൾ 50,000 രൂപയാണ് അതിന്റെ ഫീസ്. 2 ദിവസത്തെ പ്രോഗ്രാമിന് 50,000 രൂപ ഫീസ്. 50,000 കൊടുത്താൽ എന്താ റിസൾട്ട്? ഇങ്ങനെയാണെങ്കിൽ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. പഠിച്ചു നോക്കിയപ്പോ മർമ്മം എവിടെയാ? ഏകദേശ രോഗവും ഞാൻ അത് പഠിക്കുമ്പോൾ എൻ്റെ ഒരു സഹപാഠിയായിട്ട് മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെട്ട നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂഷൻ മുംബൈ. അതിലെ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിലെ 2nd സീനിയർ ഡോക്ടർ, അദ്ദേഹം ഒരു ഇറാനിയൻ നേഷനാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം സഹപഠിതാവായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ പറഞ്ഞു ക്യാൻസർ ഉൾപ്പെടെ മാറാൻ ആവശ്യമായ ഒരു തെറാപ്പിയാണ് ഫോർഗിവ്നെസ് തെറാപ്പി, അഫ്വ് എന്ന് പറയുന്നത്. അഫ്വ് എന്ന് പറയുന്നത് ഈ ഫോർഗിവ്നെസ് തെറാപ്പി പറയുമ്പോൾ എനിക്ക് തീരെ പിടിക്കുന്നില്ല. കാരണം ഞാൻ പേരോട് ഉസ്താദിന്റെ ഇരുന്നത് കേട്ട ശൈലി എന്താ പറയുക, ഒരു അന്നൊരു വണ്ടി ഉണ്ടായിരുന്നു, ഏതോ ഒരാൾ വാങ്ങിക്കൊടുത്ത നല്ലൊരു അടിപൊളി വണ്ടി. ആ വണ്ടി കണ്ണൂർ ഭാഗത്തുനിന്ന് ഒരാൾ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചു എന്നറിയുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു വികാരമുണ്ട്. ഉസ്താദ് പറയുന്നത് എന്താ അറിയാം, അള്ളാഹു എനിക്ക് വണ്ടി തരാൻ ഒരു മലപ്പുറക്കാരനെ തോന്നിച്ചു, കല്ലെറിയണോന്ന് അയാൾക്കും തോന്നിച്ചു, ഇത് ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? ഇത് കണ്ട ഞാൻ വളർന്നത്. ഈ ചിന്ത ഇത് ഉണ്ടാക്കി പറയുന്നതല്ല ഉസ്താദിന്റെ ചിന്തയാണത്. ഉസ്താദിന്റെ അഫ്വ് എന്ന് ഉസ്താദിന്റെ ആ ചിന്ത കണ്ടു വളരുന്നത് കൊണ്ട് അൽഹംദുലില്ലാ നമ്മളെ മനസ്സിൽ അതൊരു വലിയ സംഗതിയായിട്ട് തോന്നുന്നില്ലായിരുന്നു. പക്ഷേ അഫ്വ് പ്രാക്ടീസ് ചെയ്ത് നോക്കിയപ്പോ ഇനിയും ഒരുപാടുണ്ട് കളയാൻ അപ്പയാൻ മനസ്സിലാക്കുന്നത്. ഇത് ഒലിമ്പി നോക്കുമ്പോ തിരിയുന്ന ഇനിയും ഉണ്ട് ഇതിൽ കുറയുന്നു. നമ്മുടെ മൈൻഡ് മാറാൻ ഒരു നേതാവിനുണ്ടാകേണ്ട ചിന്ത, ആര് എന്ത് ദുൽമ് ചെയ്യുമ്പോഴും നേതാവ് എവിടത്തേക്കാ പോകാന്നറിയാം. യഥാർത്ഥത്തിൽ എന്നെ ഒരാൾ ചീത്ത പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. ഈ ചീത്ത പറയുമ്പോ അള്ളാഹ് കാണാതെ, അള്ളാഹു അറിയാതെ എന്നെ ചീത്ത പറയാൻ പറ്റുമോ? ഇല്ല, പറ്റൂല, ഉറപ്പാ. എന്നെ പടച്ച് എന്റെ ഉമ്മയേക്കാൾ എനിക്ക് റഹ്മത്ത് ചെയ്ത് എന്നെ പരിപാലിക്കുന്നത് എന്റെ റബ്ബാണ്. ആ റബ്ബ് അറിഞ്ഞിട്ട് തടയാത്ത ഈ ഒരു ചീത്ത പറയുന്നതിന് ഞാൻ പിന്നെ എന്തിനാ പരാതി? പിന്നെ എന്തിനാ എനിക്ക് വിഷമം? അവിടെ പടച്ചോനെ ഓനക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന മൈൻഡാണ് ഫോർഗിവ്നെസ്, ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും, ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും. ഇതാണ് ഈ ഫോർഗിവ്നെസ് തെറാപ്പി. ഈ ക്യാൻസർ ഡോക്ടർ പറഞ്ഞു, ക്യാൻസർ രോഗികളിൽ 60% മേലെ ഈ ഫോർഗിവ്നെസ് തെറാപ്പി കൊണ്ട് മാറുന്നവരാണ്. ഞാൻ അതിനുശേഷം കാണുന്ന മിക്കവാറും ക്യാൻസർ രോഗികളെ പറ്റി പഠിച്ചു നോക്കിയാൽ
അവരുടെ ലൈഫിൽ ആരോ പറമ്പ് തട്ടിയെടുത്തത്, ആരോ കാശ് തട്ടിയെടുത്ത്, ഇങ്ങനെ കുറെ വിഷമം കൊണ്ടു നടക്കുന്നത്. കണ്ട മിക്കവാറും ക്യാൻസർ രോഗികളെല്ലാം ഇങ്ങനെയുള്ളവരെ, വിഷമങ്ങൾ കൊണ്ട് നടക്കുന്നവര്, അറിഞ്ഞോ അറിയാതെയോ കൊണ്ട് നടക്കുന്നവര്. ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും. നേതാവാകണോ നല്ല ആഫിയത്തോടെ, അല്ലാഹു സുൽത്താനുൽ ഉലമക്ക് നല്ല ആഫിയത്തും ഹിമ്മത്തും എല്ലാ സന്തോഷമുള്ള ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ആ നേതാവിനെ പോലെയൊക്കെ നമുക്ക് ജീവിക്കണമെന്നുണ്ടോ? ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും, ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും. അത് വലിയൊരു മാതൃകയാണ്, അതൊരു വലിയൊരു മാതൃകയാണ്. വശാവിറുഹും ഫിൽ അംർ, എവിടെങ്കിലും പ്രയാസം, തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരണമെങ്കിൽ വശാവിറുഹും ഫിൽ അംർ, ഒന്ന് കൂടിയാലോചിച്ച് ശീലിക്കുക. വശാവിറുഹും ഫിൽ അംർ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ പിന്നെന്ത് ചെയ്യണം? അല്ലാഹു അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ഇതാണ് പിന്നെ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ ഇൻ യൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വഇൻ യഖ്ദുൽകും ഫമൻ ദല്ലദീ യൻസുറുകും മിൻ ബഅദിഹി വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. സൂറത്ത് ആലു ഇമ്രാൻ 159 160. അടിപൊളിയായിട്ട് പറഞ്ഞ ഇന്നത്തെ ഞാൻ പ്രസംഗത്തിൽ അവതരിപ്പിച്ച ഭാഗം ഇതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഖത്അകൾ ഉണർത്തണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സദസ്സിൽ ഉണർത്താം. ഞാൻ വിനീതനായി അത് സ്വീകരിക്കാനും കേൾക്കാനും സന്നദ്ധമാണ്. ഏതെങ്കിലും പദപ്രയോഗങ്ങളിലോ മറ്റോ ഒക്കെ പൊരുത്തക്കേടുകൾ വന്നുപോയി, അനാദരവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണമെന്ന് കൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.